യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 37 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തിയത്. നമുക്ക് ഒരു വാക്കുകൂടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വീണ് വണങ്ങുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അതെ കർത്താവെ, ഞങ്ങളെ അവിടുത്തെ രക്തത്തിന്റെ വില കൊടുത്ത് വാങ്ങിച്ചുവല്ലോ. ആ രക്തം ചുരിയുവാനായിട്ട് അവിടുന്ന് എത്രമാത്രം ഒരു കഷ്ടപ്പാടുകൾ കർത്താവെ, ആ പങ്കപ്പാടുകളെല്ലാം സഹിച്ചുവല്ലോ കർത്താവെ. ആ അടിപ്പിണരുകളെല്ലാം ഏറ്റല്ലോ കർത്താവെ. ആ തലയിൽ മുൾമുടി ചൂടിയല്ലോ കർത്താവെ. തലയിൽ അവരെ കോല് കൊണ്ടിട്ട് അടിച്ചല്ലോ കർത്താവെ. അവരെ തുപ്പിയല്ലോ കർത്താവെ. അവര് കർത്താവെ മുഷ്ടി കൊണ്ട് മുഖത്തടിച്ചല്ലോ. എന്തെല്ലാം നിന്ദകളും പീഡകളും എല്ലാം അവിടുന്ന് സഹിച്ചു കർത്താവെ. ആ ആണി കൊണ്ട് കർത്താവെ അവിടുത്തെ കൈകാലുകളെല്ലാം ആ കർത്താവെ ആ ക്രൂശിനോട് ചേർത്ത് തറച്ചുവല്ലോ കർത്താവെ. അവസാനം വിലാവിലെ അവസാനത്തുള്ളി രക്തവും ചൊരിയേണ്ടതിനായിട്ട് വിലാവിലെ കർത്താവെ കുന്തത്താല് തുളയ്ക്കപ്പെടുവാനായിട്ട് അവിടുന്ന് കർത്താവെ ഏൽപ്പിച്ചു കൊടുത്തുവല്ലോ അവിടുത്തെ ശരീരത്തെ. ആ അവസാനത്തുള്ളി രക്തവും ചൊരിഞ്ഞ കർത്താവെ, ആ പാപയാഗമായിട്ട് സമ്പൂർണമായിട്ട് രക്തം ചൊരിയപ്പെട്ടവനായിട്ട് കർത്താവെ അവിടുന്ന് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പരിപൂർണ യാഗമായി തീർന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഇനി ഞങ്ങളുടെ സ്വന്തം അല്ലല്ലോ കർത്താവെ, ഞങ്ങൾ അങ്ങയുടേതാണ്. അതെ കർത്താവെ, ഞങ്ങളെ യോ പ്രൈസ്ലെസ് പൊസഷൻ ലോഡ് കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചു കർത്താവെ. ഞങ്ങള് സുവിശേഷങ്ങളിലെ കർത്താവെ ആ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് കർത്താവെ, ആ കാര്യങ്ങൾ അധികം അവിടെ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ ആ കുരിശുമരണവും കർത്താവെ, അവിടുത്തെ ആ ബറിയലിനെ കുറിച്ച് അവിടുത്തെ കർത്താവെ, അവിടുത്തെ ആ ശരീരത്തെ അവരടക്കം ചെയ്തതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ തുടർന്ന് ചിന്തിക്കുമ്പോൾ യേശുവേ, അവിടുന്ന് തന്നെ ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ യാഗമായി തീരുവാൻ അവിടുന്ന് പെട്ട പാടുകൾ, അതിലെല്ലാം ഉപരി കർത്താവെ ആ പിതാവിനാലും കൈവിടപ്പെട്ടവനായിട്ട് അവസാനം ആ 3 നാഴിക നേരം കർത്താവെ നിത്യ നരകാഗ്നി സഹിച്ച് കർത്താവെ എല്ലാം നിവൃത്തിയായി എന്ന് അവിടുന്ന് പറഞ്ഞു കർത്താവെ. അവിടുത്തെ ആ സ്നേഹത്തെ കാണുവാന് ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ വെല്ലുവിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. അവിടുന്ന് കർത്താവെ ആദ്യ നൂറ്റാണ്ടിലെ ശിഷ്യന്മാരോട് അവിടുന്ന് സംസാരിച്ചപ്പോൾ അവിടെ ഹൃദയം കർത്താവെ അവിടുത്തോടുള്ള സ്നേഹത്താൽ ഇരിഞ്ഞതുപോലെ ഞങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. സ്നേഹത്താൽ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നിറയ്ക്കണം. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങളോ കുറയണം, അവിടുന്ന് വളരണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തെ ആമേൻ ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തില് അതിന്റെ 37 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു നിർത്തിയത്. നമുക്കറിയാം അവിടെ കർത്താവ് ക്രൂശില് ജീവൻ വെടിയുന്നതായിട്ട് നമ്മൾ അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. കർത്താവ് തന്റെ ആത്മാവിനെ പിതാവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. കർത്താവ് അങ്ങ് മരിച്ചു എന്ന് പറയുന്നതിനെക്കാട്ടിലും കർത്താവ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളത് കഴിഞ്ഞ അങ്ങേ ആഴ്ചയൊക്കെ നമ്മളത് ആ യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നിന്ന് തന്നെ നമ്മളത് കണ്ടായിരുന്നു. അത് കർത്താവ് തന്റെ ജീവനെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ, യോഹന്നാൻ 10:18 ആരും അതിനെ, അതായത് പ്രാണനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കുവാൻ അധികാരമുണ്ട്. യേശു തന്നെ പിതാവിന് ആ പ്രാണനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അത് ആത്മീയമായിട്ട് പറഞ്ഞാൽ കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവ് തന്റെ സ്വയജീവനെ, സ്വന്തം ഇഷ്ടത്തെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു, പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള കാര്യം ആത്മീയാർത്ഥത്തിൽ അത് അന്വർത്ഥമാണ്. എന്നാൽ ആക്ഷരികമായിട്ട് ക്രൂശിന് കർത്താവ് അവസാനം തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമ്മളവിടെ ഈ ഗേവ് അപ്പ് സ്പിരിറ്റ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. അതിന്റെ 19-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യത്തിൽ അതിനുശേഷം സാധാരണ അന്നത്തെ റോമൻ പടയാളികള് ആ ക്രൂസിലെ കുറ്റവാളികള് മരിച്ചു എന്ന് നോക്കാനായിട്ട് അവരുടെ കാല് വലിയൊരു ഗത പോലെ ഒരു വലിയൊരു ക്ലബ്ബ് കൊണ്ട് വലിയൊരു വടി വെച്ച് ഒടുക്കിയ പതിവ്. എന്ന് വെച്ചാല് അവര് ക്രൂസിലെ ക്രൂശിക്കപ്പെട്ട ഒരുവന് യഥാർത്ഥത്തിൽ ശ്വാസം എടുക്കണമെങ്കിൽ അവന് കാല് വെച്ച് പിന്തുളിച്ച് ഈന്തി വേണം അവന്റെ ശരീരമൊക്കെ ഒന്നുകൂടെ പൊക്കി വേണം അവന് ശ്വാസം എടുക്കാനായിട്ട്. അപ്പോ കാല് ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇന്തുളിക്കാൻ ഒക്കത്തില്ല. അപ്പം പിന്നെ പെട്ടെന്ന് മരണം സംഭവിക്കും ശ്വാസം കിട്ടാതെ. അങ്ങനെ ആയിരുന്നു ക്രൂശിലെ ആ കുറ്റവാളികള്. അങ്ങനെ അവര് ഒരു സമയത്തിന് ശേഷം മരിക്കാതിരിക്കുന്നവരൊക്കെ അങ്ങനെ മരിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ചില ആൾക്കാര് ആ റോമൻ പടയാളികളുടെ ചാട്ടവാറ കൊണ്ടുള്ള അടി കിട്ടുമ്പോൾ തന്നെ മരിക്കുന്ന കുറ്റവാളികൾ ഉണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അത്രമാത്രം
ഭയാനകരമായിട്ടുള്ള മാരകമായിട്ടുള്ള അടികളായിരുന്നു, ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ചാട്ടവാർ അടികളൊക്കെ ആയിരുന്നു അന്ന് റോമൻ പടയാളികൾ, റോമൻ ഗവൺമെന്റ് ശിക്ഷാവിധികളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ക്രൂസ് എടുത്തുകൊണ്ട് നടത്തുന്നു. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടും മരിക്കാത്തവരെ ആ കാലൊടിച്ച് നമ്മൾ അതിന്റെ ആ ഒരു ഈവൻ ഹിസ്റ്റോറിക്കലി ചരിത്രപരമായിട്ട് പറയുമ്പോൾ തന്നെ ഈ ഭൂഗർഭ ഗവേഷണ ശാസ്ത്രജ്ഞരെ ചില 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 അവശിഷ്ടങ്ങൾ ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് അവർക്ക് കിട്ടിയതായിട്ടൊക്കെ 1968 ഒരു ക്രൂശിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ആ ഒരു സ്കെലിറ്റൻ കിട്ടുകയും അത് ഇതുപോലെ ഒറ്റയടി കൊണ്ട് കാലിന് 2 എല്ലുകളും ഒരു കാലിന് തന്നെ 2 എല്ലുകളുണ്ട്, ടിബിയ ഫിബില എന്നൊക്കെ നമ്മള് ഇങ്ങനെ മെഡിക്കൽ ഭാഷയിൽ പറയുമ്പോ 2 എല്ലുകൾ അതുപോലെ ഒറ്റയടിക്ക് ഒടിച്ചതായിട്ടൊക്കെയുള്ള ആ ഒരു തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഭൂഗർഭ ഗവേഷണ ശാസ്ത്രജ്ഞർക്ക് തന്നെ കിട്ടിയിട്ടുള്ളതായിട്ടൊക്കെ ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിളിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതെ, അങ്ങനെ ഭൂഗർഭ ഗവേഷണ പുരാവസ്തു ആർക്കിയോളജിക്കൽ എവിഡൻസ് പുരാവസ്തു അതെ, 1968 യേശുവിന്റെ ആ സമയത്ത് ക്രൂശിക്കപ്പെട്ട ഒരാളുടെ ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് കിട്ടിയതായിട്ട് ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് 1968 കിട്ടിയ അത് യേശുവിന്റെ ആ സമയത്ത് 1-ാം നൂറ്റാണ്ടിൽ ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ആ ഒരു സ്കെൽറ്റനിൽ ഇതുപോലെ ഒറ്റ ബ്ലോ കൊണ്ട് കാല് ഒടിച്ചിട്ടുള്ളതായിട്ടൊക്കെ ഉള്ളപ്പം. എന്നാൽ യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പം അതിനു മുമ്പ് തന്നെ യേശു മരിച്ചിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ ആഴ്ച ആ ഭാഗമൊക്കെ നമ്മൾ കണ്ടത് 31 മുതൽ 37 വാക്യങ്ങൾ. ഞാനത് വീണ്ടും അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. യേശു ഓൾറെഡി മരിച്ചിരുന്നു, കർത്താവ് ഓൾറെഡി ജീവൻ വെടിഞ്ഞിരുന്നു, പിതാവിനെ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് ജീവനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവര് കാലൊടിച്ചില്ല, അവര് കർത്താവിനെ ഒരു കുന്തം വെച്ച് കുത്തുന്നതായിട്ട് നമ്മൾ 34-ാമത്തെ വാക്യത്തിൽ കണ്ടേ. നമ്മൾ പിന്നെ അതിന്റെ കൂടുതലുള്ള ആത്മീയാർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. കർത്താവ് തുളയ്ക്കപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. യെശയ്യാവിന്റെ പുസ്തകത്തിലും യെശയ്യാവ് 53-ന്റെ 5-ാമത്തെ വാക്യത്തിലും മലയാളത്തില് മുറിവേറ്റവനായും എന്നുള്ളത് ഇംഗ്ലീഷിൽ പിയേഴ്സ്ഡ് എന്ന. അപ്പൊ എബ്രായ ഭാഷയില് അവിടെ യെശയ്യാവ് 53-ന്റെ 5-ാമത്തെ വാക്യത്തിൽ ഹി വാസ് പിയേഴ്സ്ഡ്. ആ പിയേഴ്സ്ഡ് എന്നുള്ള ആ എബ്രായ പദം ഹലാൽ എന്ന് പറഞ്ഞൊരു പദം, പിയേഴ്സ്ഡ്, വൂണ്ടഡ്, ബോർ ത്രൂ. അപ്പൊ യഥാർത്ഥത്തില് മുറിവേറ്റെന്നുള്ള പരിഭാഷയും കറക്റ്റ് ആണ്. എന്നാൽ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള പരിഭാഷ തുളയ്ക്കപ്പെട്ടു അല്ലെങ്കിൽ പിയേഴ്സ്ഡ് ആയി എന്നുള്ളതാണ്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു എന്ന് നമ്മൾ യെശയ്യാവ് 53-5 പ്രവാചകൻ പറയുമ്പോൾ അവിടെ തുളയ്ക്കപ്പെട്ടവനായിരിക്കുന്നു. യെശയ്യാവ് 53-5 ഉള്ളത് വായിക്കുന്നത്. അപ്പൊ ആ പ്രവചനത്തിന് ഒരു നിവൃത്തിയായിട്ട് പിന്നെ സെഖര്യാവ് 12-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിച്ചു. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അവിടെ എല്ലാം ഈ തുളച്ചതെങ്കിലേക്ക് ഈ യഹൂദന്മാർ അവസാനം മാനസാന്തരത്തോടെ നോക്കും എന്നുള്ള ആ ഒരു കാര്യമൊക്കെ. യഥാർത്ഥത്തിൽ തുളച്ചത് റോമൻ പടയാളിയാണെങ്കിലും യഥാർത്ഥത്തിൽ ആരാ തുളച്ചെന്ന് ചോദിച്ചാൽ ഞാനാണ്, നമ്മൾ ഓരോരുത്തരുമാണ് തുളച്ചത്. നമ്മള് അവരെ കല്ലെറിയുന്നതിന് മുമ്പേ യഥാർത്ഥത്തിൽ കർത്താവ് ആർക്ക് വേണ്ടിയാ നമ്മൾ ഈ 1 പത്രോസില് നമ്മളിങ്ങനെ ആ വാക്യം ഈ അടുത്ത് നമ്മൾ വായിച്ചായിരുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തില് നമ്മളുടെ പാപങ്ങൾ നിമിത്തമാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. നമ്മളത് ഇങ്ങനെ അത് വായിക്കുന്നുണ്ട്. 1 പത്രോസില് അതിന്റെ 2-ാം അധ്യായത്തില് ഇങ്ങനെ നമ്മൾ വായിച്ചായിരുന്നു. ഹി ഹിംസെൽഫ് ബോർ അവർ സിൻസ്. 24-ാമത്തെ വാക്യം, നാം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. കർത്താവ് ക്രൂശിൽ ചുമന്നുകൊണ്ട് കാൽവരി കുരിശിൽ കയറുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. അവന്റെ അടിപ്പിണരാൽ 1 പത്രോസ് 2-24 അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് അടിപ്പിണരുകൾ ഏറ്റത് നമുക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മളുടെ ആത്മാവിലും ദേഹിയിലും ദേഹത്തിലും ഒക്കെ സൗഖ്യം പകരാനായിട്ട് കർത്താവ് അടിപ്പിണരുകൾ ഏറ്റു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള ആഴ്ചകളിൽ നമ്മൾ ആ വചനമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് 38-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ച് യോഹന്നാൻ 19-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവിനെ അവര് ക്രൂശിച്ചു, കർത്താവ് ജീവൻ വെടിഞ്ഞു. അതിനുശേഷം പടയാളികൾ വന്ന് കർത്താവിന്റെ വിലാവില് കുത്തി.
കുത്തിയപ്പം രക്തവും വെള്ളവും ഒക്കെ ഒഴുകി, ആ രക്തവും വെള്ളവും ഒഴുകി, രക്തം, കർത്താവിന്റെ രക്തം, നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ച കർത്താവിന്റെ രക്തം, നമ്മളുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ രക്തം. വെള്ളം അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവവചനത്തെ സൂചിപ്പിക്കുന്ന വലിയൊരു ജീവജലത്തിന്റെ പ്രവാഹമാണ്. നമ്മള് പ്രവാഹത്തിന്റെ പാട്ടൊക്കെ നമ്മള് ഈ അടുത്തൊക്കെ വീണ്ടും വീണ്ടും ഒക്കെ പാടുന്നുണ്ടായിരുന്നു. ആ പ്രവാഹം ഇതിൽ ഒഴുക്കിയില്ലെങ്കിൽ കർത്താവിന്റെ രക്തം, അതുപോലെ തന്നെ കർത്താവിന്റെ വെള്ളം എന്ന് പറയുന്നത്, അത് യോഹന്നാന്റെ സുവിശേഷത്തെ പരിശുദ്ധാത്മാവിനെയാ ജലത്തോട് ഉപമിച്ചിരിക്കുന്നത്. ജലത്തെ പരിശുദ്ധാത്മാവിന്റെ ജലത്തിനോട് ഉപമിച്ചതാണ് വായിക്കുന്നത്. പിന്നെ നമ്മള് എഫേസ്യർ 5:26 വചനത്തെ വചനമാകുന്ന ജലസ്നാനം എന്ന് പറയുന്നുണ്ട്. വചനത്തെ ജലത്തോട് ഉപമിച്ചിട്ടുണ്ട് എഫേസ്യർ 5:26. അപ്പം യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ 6:63 ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ തന്നെയാണ്, ആ വചനങ്ങൾ ആത്മാവും ജീവനുമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വചനം, കർത്താവിന്റെ അഭിഷേകമുള്ള, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവത്തിന്റെ വചനം, അതാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന, നമ്മളുടെ കുറ്റബോധം നീക്കുന്ന കർത്താവിന്റെ രക്തമാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റുമ്പോൾ നമ്മൾ കർത്താവിനോട് ഏറ്റു പറയുമ്പോൾ കർത്താവിന്റെ രക്തം നമ്മളുടെ സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 1:7 9 ഉള്ള വാക്യങ്ങൾ, നമ്മള് കൊച്ചു പിള്ളേർക്ക് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാക്യങ്ങൾ. യേശുവിന്റെ രക്തം നമ്മളുടെ പാപത്തിന്റെ ഗിൽറ്റിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള ശുദ്ധീകരണം എന്ന കർത്താവ് രണ്ടാമത് വരുമ്പോൾ കർത്താവിന്റെ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ ദൈവം നമ്മളെ വിടുവിക്കുന്ന ഒരു രക്ഷയുടെ ഒരു ഭാവി കാലമുണ്ട്. ഇന്ന് രക്ഷയുടെ ഒരു വർത്തമാനകാലത്തില് നമുക്കുള്ള ഒരു ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, നമ്മളുടെ കോപത്തിൽ നിന്ന്, മോഹത്തിൽ നിന്ന്, പരാതിയിൽ നിന്ന്, പിറുപിറുപ്പിൽ നിന്ന്, നമ്മളുടെ അക്ഷമയിൽ നിന്ന്, നമ്മളുടെ ആകുല ചിന്തകളിൽ നിന്ന്, നമ്മളുടെ നിഗളത്തിൽ നിന്ന്, നമ്മളുടെ സ്വാർത്ഥതയിൽ നിന്നെല്ലാം നമുക്കൊരു വർത്തമാനമായിട്ടുള്ള പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. അത് കർത്താവിന്റെ ജലത്താൽ, അതായത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ആ പാപത്തിന്റെ ശക്തിയിൽ നിന്ന്. അത് രണ്ടും, അത് പൂർണ്ണമായിട്ടും കർത്താവിന്റെ വിലാവിൽ നിന്ന് കുത്തിയപ്പം രക്തവും ജലവും ഒഴുകി എന്ന് വായിക്കുമ്പം രക്തത്താലും ജലത്താലും വന്നവനെന്ന് യേശുവിനെ കുറിച്ച് ഇതേ യോഹന്നാൻ തന്നെ 1 യോഹന്നാൻ 5 6 വാക്യത്തിൽ 1 യോഹന്നാൻ 5 പറയുന്ന ആ വാക്യമൊക്കെ നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടായിരുന്നു. ഇവൻ രക്തത്താലും ജലത്താലും വന്നവൻ എന്ന് പറയുന്ന ആ ഒരു വാക്യം, അത് ഞാനത് എന്റെ റെഫറൻസ് തുടർന്ന് നോക്കിക്കൂടെ. 1 യോഹന്നാൻ 5 അതിന്റെ 6 വാട്ടർ ആൻഡ്, അതെ 6 വാക്യം, 6 ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ എന്നുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ, സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കർത്താവ് നമുക്ക് വേണ്ടി രക്തവും ജലവും, അത് ഒരുപക്ഷെ ആ ഒരു പെരിക്കാർഡിയൽ എഫ്യൂഷൻ പോലെ അന്ന് അവിടെ രൂപപ്പെട്ടതായിരിക്കാം എന്നൊക്കെ മെഡിക്കൽ സയൻസ് പറയുന്നതായിട്ട് പല ഇതിനെക്കുറിച്ച് ഗവേഷിച്ചിട്ടുള്ള പല ഡോക്ടർമാരും ഒക്കെ ഡോക്യുമെന്റ് ചെയ്തതായിട്ടുള്ള ചരിത്രകാരന്മാർ ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം തിരുവെഴുത്തിന്റെ നിവൃത്തിയാണെന്നുള്ളൊരു കാര്യം, കർത്താവിന്റെ മരണശേഷവും എല്ലാം തിരുവെഴുത്ത് നിവൃത്തി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതായത് യേശുവിന്റെ ജീവിതത്തില് ഓരോ സമയത്തും തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിനായിട്ട്, പിതാവിന്റെ ഹിതത്തിനായിട്ട് കർത്താവ് ഓരോ കാര്യത്തിനും, ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കാര്യത്തിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന്റെ മരണശേഷവും അപ്പോ തിരുവെഴുത്ത് എക്സാക്ട്ലി അതുപോലെ നിവൃത്തിയാകപ്പെടുവാനായിട്ട് പിതാവ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അനന്തരം യഹൂദന്മാരെ, അതിന്റെ യോഹന്നാൻ 19 38 വാക്യം, അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസെഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. അപ്പം ഈ ജോസഫ് ഓഫ് അരിമത്തി അതുവരെ യഹൂദന്മാരെയൊക്കെ പേടിച്ച് രഹസ്യത്തിൽ ഒരു ശിഷ്യനായിരുന്നു, അധികം ആരും ഒന്നും അറിയണ്ട എന്ന് വിചാരിച്ച്. എന്നാൽ യേശുവിനോട് വലിയ താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സ്നാനപ്പെട്ടിട്ട് തിരിച്ചങ്ങ് പള്ളിയിൽ തന്നെ അങ്ങ് പോവാൻ, രഹസ്യത്തിലൊക്കെ ശിഷ്യനായിക്കൊള്ള എന്നൊക്കെ വിചാരിച്ചു. എന്നാ എന്ത് പറ്റി, അരമന്റെ ജോസഫിനെ ദൈവം അങ്ങ് കർത്താവ് യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ദൈവം ഇവിടെ രഹസ്യത്തിലുള്ള 2 ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് യോസഫ് അരമത്യ ജോസഫിനെ, പിന്നെ ഒന്ന് നിക്കോദെമസിനെ. അതായത് നമ്മൾ താഴോട്ട് നിക്കോദെമസിന്റെ കാര്യം നമ്മൾ വായിക്കുന്നത് 39 വാക്യത്തില്, ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദെമസും ഏകദേശം 100 റാത്തൽ മൂറും
ആ അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ നിക്കോദമസിനെ കുറിച്ചും നിക്കോദമസ് രാത്രിയിലൊക്കെ ആരും കാണാതെ യേശുവിനെ തേടി വരുന്നതൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവര് ശരിയാണ്, ആ ഒരു അതിന്റെ കർത്താവിന്റെ ശുശ്രൂഷയുടെ ആ ഒരു സമയത്തൊക്കെ അവർക്ക് കർത്താവിന് വേണ്ടി അതുപോലെ ഒരു പരസ്യമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാനുള്ള അത്ര ഒരു ധൈര്യമൊന്നും കിട്ടിയില്ല. അവര് രഹസ്യ ശിഷ്യന്മാരായിരുന്നു. ഈ അരിമത്ഥ്യ ജോസഫും നിക്കോദമസും അവര് വളരെ ധനികരുമായിരുന്നു. എന്നാല് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ദൈവം ഇവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് നൽകിയതുപോലെ അതുവരെ രഹസ്യത്തിലെ ശിഷ്യന്മാരായിരുന്ന ആൾക്കാര് പരസ്യമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് ദൈവം അവർക്ക് ധൈര്യം നൽകി. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും ഒരു കാലയളവിലൊക്കെ നമ്മള് അയ്യോ ബാക്കിയുള്ളവര് എന്റെ വിശ്വാസത്തെ കുറിച്ച് അറിഞ്ഞാൽ എന്താവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാനസികമായിട്ടുള്ള ചില ഭയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നമ്മൾ മടിച്ചു നിന്നിട്ടുള്ളവരായിരിക്കാം. എന്നാ എന്നാ കർത്താവ് ദൈവം നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് നൽകും. ഈ യോസഫിനെ കുറിച്ചും നിക്കോദമസിനെ കുറിച്ച് വായിക്കുന്ന പോലെ അതിൻ്റെതായ ഒരു സമയത്ത് ദൈവം നമ്മളെയും ഓരോ അതുവരെ മടിച്ചിരുന്ന, അതുവരെ വളരെ ടിമിഡായിട്ട് ഒരു ഭീരുത്വത്തോടെ ഇരുന്ന അവരും ആവശ്യം വന്ന ഒരു ഘട്ടത്തിൽ വന്നപ്പോ അവിടെ പത്രോസ് യോഹന്നാനോ ഒക്കെ ചെന്ന് ചോദിച്ചാൽ പിലാത്തോസ് അതുപോലെ അനുവദിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അവര് മുഖവന്മാരായിരുന്നു. എന്നാ അരിമത്ഥ്യ ജോസഫ് വളരെ ധനികനായിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ ആയിരുന്നതുകൊണ്ടും നിക്കോദമസും അതുപോലെ ഒരു പ്രമാണിയായിരുന്നു. നമ്മുടെ ഇതേ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് നിക്കോദമസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ എപ്പോഴും വീണ്ടും ജനനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മള് യോഹന്നാൻ 3-ന്റെ 3-5 വാക്യങ്ങൾ എപ്പോഴും നമ്മളെ പലർക്കും കോട്ട് ചെയ്ത് കൊടുക്കും. വീണ്ടും ജനനത്തെ കുറിച്ച് കർത്താവ് പറയുന്ന ആ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഭാഗം നമുക്കറിയാം. യോഹന്നാൻ 3-ാം അധ്യായം അവിടെ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പരീശന്മാരുടെ കൂട്ടത്തില് ഈ നിക്കോദമസും പരീശനായിരുന്നു. അതുപോലെ ഒരു വേദപ്രമാണിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതായത് ന്യായപ്രമാണവും കാര്യങ്ങളും ഒക്കെ അതുപോലെ പഠിച്ച് സത്യത്തോടുള്ള ഒരു സ്നേഹവും സത്യം അറിയണം എന്നുള്ളൊരു ആഗ്രഹവും ഒക്കെ അവനുണ്ടായിരുന്നു. അപ്പം പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു. ഹി വാസ് എ റൂളർ ഓഫ് ദി ജൂസ്. ഒരു പ്രമാണിയായി നിക്കോദമസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അതായത് കർത്താവിനോട് പ്രത്യേക അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്തൊന്നും കാണത്തില്ല. കർത്താവല്ലേ ഈ കർത്താവിന്റെ പ്രസംഗങ്ങളെ കുറിച്ചും ഒക്കെ കർത്താവിനെ കുറിച്ചും ഒക്കെ പലയിടത്തും നോക്കി കേട്ട് യേശു അവൻ കരുണയുള്ളവനാണ്, അവൻ കരുണയുള്ള ഒരു ഗുരുവാണ്, അതിന്റെ അടുക്കൽ വരുന്നവനെ ആരും തള്ളിക്കളയത്തില്ല എന്നൊക്കെ നമ്മൾ ഇതേ യോഹന്നാൻ 6-ന്റെ 37 പിന്നീട് വായിക്കുന്നത്. എന്നാൽ യേശുവിന്റെ ആ സ്വഭാവത്തെ എവിടെയോ കേട്ടറിഞ്ഞ് ആ സത്യത്തിന്റെ ഒരു താല്പര്യത്തിൽ അവന് പകൽ സമയത്ത് യേശുവിനെ വന്ന് കാണുന്നതൊക്കെ വേണം. അവന് പ്രായത്തിൽ യേശുവിനെക്കാട്ടിലും മുതിർന്നവനായിരിക്കണം. യേശുവിന് 30 വയസ്സ് ആയി കാണത്തേ ഉള്ളൂ ആ സമയത്ത്. കർത്താവിന്റെ ശുശ്രൂഷയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. യോഹന്നാൻ 2-ാം അധ്യായത്തിലെ കാനായിലെ ആദ്യത്തെ അത്ഭുതമൊക്കെ തുടങ്ങുന്ന കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങിയതേ ഉള്ളൂ. ഇതിപ്പോ 3-ാം അധ്യായമാണ്. അപ്പം യേശുവിന് ഏകദേശം ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 30 വയസ്സും അതും കർത്താവിന് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാനില്ല. നസ്രയത്ത് എന്ന് പറയുന്ന ഒരു നന്മയും വരുമോ എന്ന് എല്ലാവരും നദാനയിൽ ചോദിക്കത്തക്ക വണ്ണമുള്ള അതുപോലെയുള്ള ഒരു കുപ്രസിദ്ധമായ ഒരു പട്ടണം. അതിൽ നിന്ന് ഒരു തച്ചനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. അവന് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പ്രായത്തിലൊക്കെ ഒരുപക്ഷെ മുതിർന്നവനായ അന്നത്തെ ഒരു ബിഷപ്പ് മാതിരി, വലിയൊരു ആർച്ച് ബിഷപ്പ് മാതിരി വലിയൊരു പ്രമാണിയൊക്കെ ആയിരുന്ന ആള്. അയ്യോ അപ്പൊ എങ്ങനെ എല്ലാവരും കാണുക ഞാൻ ഈ കുപ്പായമൊക്കെ ഇട്ടുണ്ട് അവിടെ ചെന്ന് ഈ ചെറുപ്പക്കാരൻ പയ്യനോട് കാര്യങ്ങൾ ചോദിക്കുന്നതെന്നുള്ള ഒരു ജാള്യതയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവൻ ആ ഒരു സത്യത്തെ ഒരളവിൽ അവൻ സ്നേഹിച്ചതുകൊണ്ട് അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ ചെന്ന് റബ്ബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നു, വലിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയെന്ന്. കർത്താവ് അരി എത്രാതെ പയറഞ്ഞാഴി എന്ന് പറഞ്ഞതുപോലെ നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഈ ദൈവരാജ്യം കാണാൻ പോലും കഴിയത്തില്ലെന്ന് കർത്താവ് അങ്ങ് കാര്യങ്ങൾ വീട്ടിൽ തുറന്ന് പറയുന്ന രംഗമൊക്കെ നമ്മളവിടെ യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ കോൺഫറൻസിന് നമ്മൾ വിക്ടർബർഗ് കേട്ടിട്ടുള്ളത് ഓർക്കുന്നുണ്ടായിരിക്കും. അതായത് കർത്താവിന്റെ ഒരു സാക്രിഫൈസിൽ നിന്നാണ് ഈ ഒരു യോഹന്നാൻ 3-ാം അധ്യായം ഉണ്ടായത്. കർത്താവ് ഒരുപക്ഷെ ആ കർത്താവിന്റെ ആ ഒരു റെസ്റ്റ് എടുക്കേണ്ട സമയത്ത്, ആ ഒരു ഉറങ്ങേണ്ട സമയത്ത് പെട്ടെന്ന് രാത്രിയിൽ ഒരാൾ കയറി വന്ന് അവന് ഒരു ദാഹത്തോടെ വന്നപ്പം കർത്താവ് തന്റെ അസൗകര്യത്തൊന്നും വകവയ്ക്കാതെ കർത്താവ് അവിടെ എന്റെ ഇഷ്ടം പോലെ അല്ല പിതാവിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് അതിനെ ഏൽപ്പിച്ചു കൊടുത്ത് അവിടെ കർത്താവിന്റെ ഒരു സമയത്തെ ഒരു യാഗം കഴിക്കുമായിരുന്നു പിതാവിനായിട്ട്. അപ്പൊ അത് കേട്ടുകൊണ്ടിരുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ് പിന്നീട് ഈ യോഹന്നാൻ 3-ാം അധ്യായം നമുക്ക് 3-ാം അധ്യായത്തിന്റെ 20-21 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ഈ യേശുവും നിക്കോദമസുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം യോഹന്നാൻ 3-ാം അധ്യായം കർത്താവിന്റെ ഒരു
സാക്രിഫൈസിൽ നിന്ന്, കർത്താവിന്റെ ഒരു ത്യാഗത്തിൽ നിന്ന് വന്ന ഒരു അധ്യായമായിട്ടൊക്കെ 3-ാം അധ്യായം 4-ാം അധ്യായം ആ കാര്യങ്ങൾ നമ്മൾ വിറ്റുപേർ എന്നൊക്കെ കഴിഞ്ഞ കോൺഫറൻസിന് കേട്ടിട്ടുള്ളത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പം അതാണ് നിക്കോദമസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ അരമത്തി ജോസഫിനെ കുറിച്ച് നമ്മൾ മത്തായി 27-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവന്റെ സ്വന്തം അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. മത്തായി 27-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വാക്യത്തില് അതിന്റെ 57 മുതൽ വായിക്കുമ്പോൾ അതിന്റെ 60-ാമത്തെ വാക്യത്തില് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ ഹിസ് ഓൺ ന്യൂ ട്യൂം എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. വിച്ച് ഹി ഹാഡ് ഹ്യൂൺ ഔട്ട് ഇൻ ദ റോക്ക്. അപ്പൊ അന്ന് ധനികരായിട്ടുള്ള യഹൂദന്മാർക്കൊക്കെ വലിയ അതായത് ചരിത്രം പറയുന്നത് വെച്ചാല് ധനികരായിട്ടുള്ള യഹൂദന്മാർക്കൊക്കെ അവർക്ക് വലിയ ഒരു ഇതുപോലെയുള്ള കല്ലറയും കാര്യങ്ങളും ഒക്കെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അതിൽ അത്രയും വിസ്താരം കാണുമെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇരുന്ന് മോൺ ചെയ്യുവാനും, വിലപിക്കുന്നവർക്ക് ഇരുന്ന് മോൺ ചെയ്യുവാനും ഡെഡ് ബോഡി കടത്താനും ഒക്കെ തക്കവണ്ണം വിസ്താരമുള്ള, അതാ നമ്മൾ പിന്നീട് യോഹന്നാൻ 20-ാം അധ്യായത്തില് പത്രോസൊക്കെ ആ കല്ലറയിലേക്ക് കടന്നു ചെന്ന് നോക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നത്. ആളൊക്കെ ഉള്ളിൽ ചെന്ന് കടന്നു ചെന്ന് നോക്കാത്തക്കവണ്ണമുള്ള അതുപോലുള്ള വിസ്താരമായിട്ടുള്ള ഒരു കല്ലറ. അപ്പൊ അത് ദരിദ്രരായിട്ടുള്ളവർക്കൊന്നും അത്രയും അഫോർഡ് ചെയ്യാൻ ഒക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തില് അതും നമ്മളെ യെശയ്യാ പ്രവാചകന്റെ ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയും കൂടാണ്. നമുക്ക് അറിയാം, യെശയ്യാ 53-ല് അവന്റെ മരണത്തില് ധനികരോടുകൂടി ആയിരുന്നു എന്നുള്ളൊരു പ്രവചനം യെശയ്യാ 53-ല് അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നേ: അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെ ഇരുന്നിട്ട് അവർ അവന് ദുഷ്ടന്മാരോട് കൂടി ശവക്കുഴി കൊടുത്തു, അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു. അപ്പൊ ഈ സമ്പന്നന്മാര് ആരൊക്കെയാന്ന് ചോദിച്ചാൽ അരമത്തി ജോസഫും നിക്കോദമസും. മരണത്തില് അവന് സമ്പന്നന്മാരോട് കൂടിയായിരുന്നു. ദുഷ്ടന്മാരുടെ കൂടെയാണ് രണ്ട് ദുഷ്ടന്മാര് രണ്ട് കുറ്റവാളികള് അപ്പുറം ഇപ്പുറം ഉണ്ടായിരുന്നു. അവൻ ഹി വാസ് നമ്പേർഡ് അമംഗ് ദ ട്രാൻസ്ഗ്രസേഴ്സ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കുറ്റവാളികളോട് കൂടെ അവൻ എണ്ണപ്പെട്ടു. എന്നാൽ അവന്റെ മരണത്തിൽ അവന് ധനികൻ സമ്പന്നന്മാരോട് കൂടി ആയിരുന്നു എന്നുള്ള ആ ഒരു യെശയ്യാ 53-ന്റെ 9-ാമത്തെ പ്രവചനത്തിന്റെ ഒരു നിവൃത്തിയും കൂടെ ആയിരുന്നു ആ കാര്യം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അവൻ തന്നെ, അത് നമ്മളിവിടെ മത്തായി 27-ന്റെ 60-ാമത്തെ വാക്യത്തിലും താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ച്, ഇതുവരെ ആരും ഉപയോഗിക്കാതിരുന്ന ഒരു കല്ലറയിൽ, വേറെ ആരെങ്കിലും ഉപയോഗിച്ചിരുന്ന കല്ലറയായിരുന്നെങ്കിൽ ഒരുപക്ഷെ യൂതന്മാര് പറയും, അവിടുത്തെ ഏതെങ്കിലും വേറെ ആരുടെയോ കല്ലറയിലെ അവശിഷ്ടങ്ങളുടെ ടച്ച് വന്നതുകൊണ്ട് ഈ ശരീരത്തിന് എന്തെങ്കിലും ഉയർപ്പുണ്ടായി എന്നുള്ള ഒരു കഥയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കല്ലറയൊക്കെ അനുവദിക്കുവാൻ ദൈവപിതാവ് അത് തീരുമാനിച്ചു. ഈ കർത്താവിന്റെ ശിഷ്യന്മാരൊക്കെ അത്ര വലിയ സ്വാധീനമോ കാര്യങ്ങളൊന്നും ഉള്ളവരല്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് ദൈവം ഈ അരമത്തി ജോസഫിനെയും നിക്കോദമസിനെയൊക്കെ അവരെ ദൈവം ധൈര്യം കൊടുത്ത് ഉയർപ്പിച്ചതായിട്ടുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. അപ്പം നമ്മൾ തിരിച്ച് യോഹന്നാൻ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അരമത്തി ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവദിക്കുകയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദമോസും, അതാ നമ്മൾ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വായിച്ച്, ഏകദേശം 100 റാത്തൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അബൌട്ട് 100 pounds വെയിറ്റ്. 100 pound എന്ന് പറയുമ്പോൾ ഏകദേശം 45 കിലോ. ചെറിയ കർത്താവിനോടുള്ള അതുപോലുള്ള ഒരു വലിയൊരു ഡിവോഷൻ, കുറച്ച് സ്പൈസസ് ഒന്നും അല്ല കൊണ്ടുവന്ന് 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. നമ്മള് വചനത്തില് ഇതുപോലുള്ള ഒരു വലിയ സ്പൈസസ് ഒക്കെ കൊണ്ടുള്ള ഒരു വലിയൊരു ബെറിയലിനെ കുറിച്ച് വായിക്കുന്നത് ആസയുടെ കല്ലറയെ കുറിച്ച് നമ്മൾ 2 ദിനവൃത്താന്തത്തിൽ വായിക്കുന്നുണ്ട്. നമ്മള് ഒരു വിരലിൽ ഇവിടെ വെച്ചുകൊണ്ട് 2 ദിനവൃത്താന്തം 16-ാം അധ്യായം നമുക്ക് അറിയാവുന്ന ഒരു റെഫറൻസ് ഉള്ള ഒരു അധ്യായമാണ്. ഏതാ? 2 ദിനവൃത്താന്തം 16-ന്റെ 9-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ കണ്ണ് ലോകത്തെങ്ങും ഊടാടി സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു വാക്യം അവിടെ 2 ദിനവൃത്താന്തം 16-ന്റെ 9-ാമത്തെ വാക്യം. അതൊക്കെ കഴിഞ്ഞിട്ട് ആസയുടെ മരണത്തെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത്. അതിന്റെ 13 മുതൽ 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ 13, 14 നമ്മൾ വായിക്കുവാണെങ്കിൽ, ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച് തന്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ മരിച്ചു. അവൻ ദാവീദിന്റെ നഗരത്തിൽ തനിക്കായി വെട്ടിച്ചിരുന്ന സ്വന്തം കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. വൈദ്യന്മാരുടെ യോഗപ്രകാരം ഉണ്ടാക്കിയ സുഗന്ധവർഗവും പലതരം പരിമള സാധനങ്ങളും നിറച്ചിരുന്ന ശയ്യമേൽ അവനെ കിടത്തുകയും അവന് വേണ്ടി എത്രയും വലിയൊരു ദഹനം കഴിക്കുകയും ചെയ്തതായിട്ടൊക്കെ അങ്ങനെ വലിയ ഒത്തിരി സ്പൈസസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആസ രാജാവ് അതുപോലെ ഒരു ബറിയലിനെ കുറിച്ച് നമ്മൾ അവിടെ
രണ്ട് ദിനവൃത്താന്തം 16-13-14 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം യേശുവിനും യേശുവിന്റെ ശിഷ്യന്മാർക്ക് അതുപോലെയുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള അഫോർഡബിലിറ്റിയോ കാര്യങ്ങളൊന്നും അവർക്ക് അതിനുള്ള സാധ്യതയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഒരു വലിയ മുൻനിർണയത്തിന് ദൈവം അരിമത്യ ജോസഫിനെ നിക്കോദമസിനെയൊക്കെ അതിനായിട്ട് ഉപയോഗിച്ചതായിട്ട് നമ്മൾ അവിടെ കാണുന്നത്. അതിന്റെ 39-ാമത്തെ വാക്യത്തിൽ അതുപോലെ ആ ഒരു നിക്കോദമസിനെ അതുപോലെ ഒരു ഡിവോഷൻ നമ്മളവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 40-ാമത്തെ വാക്യത്തില് അവർ യേശുവിന്റെ ശരീരം എടുത്ത് അവർക്ക് വേണമെങ്കിൽ ഭൃത്യന്മാരെയൊക്കെ വെച്ച് എടുപ്പിക്കാനൊക്കെ ഉള്ള ആസ്തിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഈ യോസഫും നിക്കോദമസും ഒക്കെ. എന്ന അവര് തന്നെ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കിട്ടി എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അപ്പോ അതിന്റെ ചരിത്രപരമായ പല കാര്യങ്ങളും പറയുന്നത് വെച്ചാൽ യഹൂദന്മാര് ശവം അടക്കുന്നതിന് മുമ്പായിട്ട്, ശവശരീരം അടക്കുന്നതിന് മുമ്പായിട്ട് ആ ബോഡി ക്ലീൻ ചെയ്യുകയും അതിനുശേഷമാണ് അവര് ഈ സുഗന്ധവർഗങ്ങളെല്ലാം പൂശുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ബോഡി ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ബോഡി മൊത്തവും രക്തക്കറയായിരുന്നിരിക്കും. അത് മാത്രമല്ല തലയിലൊക്കെ മുള്ളൊക്കെ ആഴ്ന്നിറങ്ങി കാണും, ആണിപ്പാടുകളും ചാട്ടവാറടികളും രക്തമെല്ലാം വാർന്നൊലിക്കുക. അപ്പൊ എന്നാൽ ഇവിടെ ശബത്താവുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത് കർത്താവിനെ അടക്കം ചെയ്യുകയും വേണം. കർത്താവ് 3 മണി ഉച്ച കഴിഞ്ഞ് 3 മണി നേരത്താണ് കർത്താവ് ജീവൻ വെടിയുന്നതായിട്ട് നമ്മള് മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. രാവിലെ 9 മണിക്ക് കർത്താവിനെ ക്രൂസിലേറ്റി 9 മുതൽ 12 മണി വരെയുള്ള സമയത്തായിരുന്നു ആദ്യത്തെ 3 നാഴിക. പിന്നെ 12 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയത്താണ് അവിടെ ഇരുള വ്യാപിക്കുകയും കർത്താവ് പിതാവിനാൽ കൈവിടപ്പെട്ടവനായിട്ട് നമുക്ക് വേണ്ടി നരകാഗ്നിയൊക്കെ സഹിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ അതിനുശേഷം 3 മണി ഉച്ച കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ ഒന്ന് സമയമായപ്പോഴാ പിന്നെ പടയാളികളൊന്ന് കുത്തുകയൊക്കെ ചെയ്തു. അത് അപ്പോഴത്തേക്കും പിന്നെ ഈ ശവശരീരങ്ങൾ ശബത്ത് ആയതുകൊണ്ട് ശവശരീരങ്ങളെ ക്രൂശിൽ നിന്ന് എടുക്കണം. അതിനു മുമ്പ് കർത്താവിനെ അവർക്ക് അടക്കം ചെയ്യണം. അപ്പൊ അതിനു മുമ്പായിട്ട് വളരെ തത്രപ്പെട്ട ഒരു ഹരീഡായിട്ട് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അതെല്ലാം ആ ശിഷ്യന്മാര് ഇപ്പൊ നമ്മള് യോസഫിന്റെയും നിക്കോദമസിന്റെയും ഒക്കെ അവരുടെ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ചിത്രങ്ങളായിരിക്കും കർത്താവിന്റെ ആ ശരീരത്തിൽ നിന്ന് ആ ഒരു ആണികളും മുള്ളുകളും കാര്യങ്ങളും എല്ലാം, ചാട്ടവാറിന്റെ ഓരോ മുള്ളുകളും ആണികളും പിന്നെ മുൾക്കിരീടത്തിന്റെ മുള്ളുകളും അതെല്ലാം തറച്ചിരിക്കുന്ന ആ കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് അതെല്ലാം ക്ലീൻ ചെയ്ത് അതെല്ലാം പറിച്ച് അതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ശുദ്ധീകരിച്ചെടുത്ത് സുഗന്ധങ്ങള് ഈ സ്പൈസസ് എല്ലാം പൂശുക എന്ന് പറഞ്ഞാൽ അതൊരു ലബോറിയസ് ആയിട്ടുള്ള വലിയ അധ്വാനമുള്ള ഒരു ജോലിയായിരുന്നു. അവർ രണ്ടുപേരും കൂടെ വലിയ കൂട്ടായ്മയോടെ ആ കാര്യങ്ങൾ ചെയ്യുന്നതും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ കർത്താവിന്റെ ആ ശരീരത്തിലുള്ള ആ മുറിവുകളും കാര്യങ്ങളും ഒക്കെ അവരൊരിക്കലും മറക്കാൻ സാധ്യതയില്ലാതിരുന്നവണ്ണം അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി കാണും. അപ്പൊ ആ ഒരു അവരുടെ ജീവിതത്തെ അത് അത്രമാത്രം രൂപാന്തരപ്പെടുത്തി കാണും. കർത്താവ് തനിക്ക് വേണ്ടി ആ പാടുകളും യാതനകളും ഒക്കെ സഹിച്ച ആ ഒരു കർത്താവിന്റെ ഒരു സ്നേഹം. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇതങ്ങ് പെട്ടെന്ന് വായിച്ചു പോവാം. എന്നാൽ എന്തെല്ലാം ആ കാര്യങ്ങൾ നടന്നു എന്നുള്ളൊരു നമ്മൾ ആ കാര്യങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് എന്തെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ആയിത്തീർന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ആ വരികൾക്കിടയിൽ കൂടെ കാണുമ്പോൾ നമുക്ക് കർത്താവിനുള്ളൊരു സ്നേഹം പരിശുദ്ധാത്മാവ് അധികമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുമല്ലോ. അതിനുശേഷം 40-ാമത്തെ വാക്യത്തില് അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ മര്യാദ പ്രകാരം അതിന്റെ സുഗന്ധവചനത്തോടുകൂടി ശീല പൊതിഞ്ഞു കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറ ഉണ്ടായിരുന്നു. ആ പുതിയ കല്ലറ മുമ്പേ ആരും വെച്ചിട്ടില്ലാത്ത കല്ലറ എന്നൊക്കെ നമ്മൾ മത്തായി 27-ാം അധ്യായത്തിൽ വായിച്ചു. അവിടെ ഒരു പൂന്തോട്ടവും ഉണ്ടായിരുന്നു. കർത്താവിന്റെ ഒരു ദൈവപിതാവിന്റെ ഒരു എന്താണ് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് നമ്മളവിടെ കാണുന്നു. യഥാർത്ഥത്തില് പാപം വന്നത് ഒരു തോട്ടത്തിൽ വെച്ചായിരുന്നു. ഏതൻ തോട്ടത്തിൽ വെച്ചായിരുന്നു മനുഷ്യരാശിയിലേക്ക് പാപം ആദ്യമായിട്ട് വന്നത്. ഹവ്വ മെസ്സി പഴമൊക്കെ എടുത്തത് കഴിച്ചു ആദാം അപ്പച്ചനോട് ചോദിക്കാതെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പാപമൊക്കെ വന്നു. അതൊരു തോട്ടത്തിൽ വെച്ചായിരുന്നു. എന്നാൽ പാപത്തിന് നിവർത്തി വന്നപ്പോഴും കർത്താവ് ക്രൂശിൽ നിന്നിറങ്ങി കർത്താവ് അടക്കപ്പെടുന്നത് ഒരു തോട്ടത്തിലായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു പൂന്തോട്ടം കർത്താവ് ആ പൂന്തോട്ടം യോഹന്നാൻ അപ്പോസ്തലൻ അത് എടുത്തു പറയുന്ന ഒരു കാര്യം നമ്മളോട് വായിക്കുന്നുണ്ട്. കർത്താവ് പിന്നെ നമ്മള് കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഗത്സമന തോട്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം, വേർപ്പ് രക്തമായിട്ട് ഒഴുക്കി കർത്താവ് പ്രാർത്ഥിക്കുന്ന ഗത്സമന തോട്ടത്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. പിന്നെ പൂന്തോട്ടത്തിന്
വചനത്തിലുടനീളം ഇങ്ങനെ ഒരു റോളുണ്ട്. എന്നുവെച്ചാൽ നമ്മള് ഉത്തമഗീതത്തിൽ വരെ മണവാട്ടി ഉപമിക്കുന്നത് ഒരു അടച്ചിരിക്കുന്ന പൂന്തോട്ടത്തോട്, സീൽഡ് ഗാർഡനോട് ഉപമിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ കണ്ണില് യഥാർത്ഥത്തിൽ ഈ ചെടികളും പൂന്തോട്ടവും കാര്യങ്ങളും ഒക്കെ വളരെ ദൈവത്തിന് ദൈവത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ, അപ്പൊ ആ ഒരു പൂന്തോട്ടവും അതും പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനോട് അത് എടുത്തു പറയുന്നതായിട്ട് നമ്മളവിടെ കാണുന്നത്. പിന്നെ 42-ാമത്തെ വാക്യം, ആ കല്ലറ സമീപം ആയതുകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു എന്ന് വായിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ ഒരുക്കനാൾ എന്ന് പറഞ്ഞാൽ പെസഹ കഴിഞ്ഞിട്ട് പിന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒരു 7 ദിവസത്തെ ഒരു പെരുന്നാൾ അവർക്കുണ്ട്. അതിന്റെ ഒരു ഒരുക്കനാളായിരുന്നു ആ പെസഹ. ആ രാത്രിയിൽ തുടങ്ങി പിന്നെ പെസഹ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ അതിന്റെ ഒരു ഒരുക്കനാളായിട്ട് അവർ കണക്ക് കൂട്ടിയിരുന്നപ്പോ അതുകൊണ്ട് യേശുവിനെ ആ കല്ലറയിൽ വെച്ചതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മൾ പിന്നെ ബാക്കിയുള്ള സുവിശേഷങ്ങളിലോട്ട് നമ്മൾ പോകുമ്പം നമ്മള് മത്തായി 27-ാം അധ്യായത്തിൽ ബാക്കി ഇതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വന്നപ്പം ഒരു പോർഷൻ നമ്മൾ വായിച്ചിട്ട് ബാക്കിയുള്ള സുവിശേഷങ്ങളിലും അതിന്റെ കറസ്പോണ്ടിങ് പോർഷൻ നമ്മൾ കാണാൻ നോക്കുന്നുണ്ടായിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഹോൾസം ആയിട്ടൊരു പിക്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ കർത്താവ് ക്രൂസിൽ മരിച്ചത് വരെയുള്ള പോർഷൻ നമ്മൾ ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ നിന്ന് കണ്ടായിരുന്നു. നമുക്ക് മത്തായി 27-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ 52 വരെയുള്ള വാക്യങ്ങൾ, മത്തായി 27-ന്റെ 51 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളത് കണ്ടായിരുന്നു. ബാക്കിയുള്ള സുവിശേഷങ്ങളെ കറസ്പോണ്ടിങ് പോർഷൻ നമുക്കതൊന്ന് ഓടിച്ച് വായിക്കാം. മത്തായി 27-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം മുതൽ അതിന്റെ അവസാനത്തിലുള്ള വാക്യങ്ങൾ എത്തുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്പൊ നമ്മള് യോഹന്നാൻ 19-ന്റെ 31 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുടെ കറസ്പോണ്ടിങ് പോർഷനാണ് നമ്മൾ മത്തായി 27-ന്റെ 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നപ്പം 56 മുതൽ 51 മുതൽ 51-ാമത്തെ വാക്യത്തില് കർത്താവ് 50-ാമത്തെ വാക്യത്തിലാണ് കർത്താവ് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടതായിട്ട് നമ്മൾ കാണുന്നത്. യോഹന്നാൻ 19-ന്റെ 30-ലും അതേ കാര്യം നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് 51-ാമത്തെ വാക്യത്തിൽ നമ്മൾ എപ്പോഴും റെഫർ ചെയ്തൊരു വാക്യമാണ്, അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ആ തിരശ്ശീല അതിന്റെ പ്രതീകവും അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ആത്മീയാർത്ഥങ്ങളൊക്കെ നമ്മളെപ്പോഴും റെഫർ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അത് കഴിഞ്ഞിട്ട് 52-ാമത്തെ വാക്യത്തിൽ ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നമ്മൾ ആ പാറകൾ പിളർന്നു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളത് കണ്ടു. കർത്താവിന്റെ ജീവിതത്തിൽ തന്നെ കർത്താവിന്റെ ജഡമാകുന്ന തിരശ്ശീല അത് ഒരു പാറയോട് ഉപമിച്ച കർത്താവിന്റെ മരണത്തെങ്കില് കർത്താവിന്റെ വിലാപ്പുറം പിളർക്കപ്പെട്ടപ്പോ അതൊരു നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട ഒരു പാറയാണ്. ആ പാറയിലാണ് കർത്താവിന്റെ പാറപ്പിളർപ്പിലാണ് മണവാളിനെ സന്ധിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഉത്തമഗീതത്തിലൊക്കെ കണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി നമ്മളെ ഏൽപ്പിക്കുമ്പോൾ കർത്താവിന്റെ രക്തം നമ്മളെ കഴുകി പരിശുദ്ധാത്മാവിന്റെ നിറവില് യേശുവിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചൊക്കെ, അതിവിശുദ്ധ സ്ഥലത്ത് യേശുവിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾ ആ ഒരു കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ചയും കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ചല്ലോ. ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. അങ്ങനെയുള്ള പല അത്ഭുതങ്ങളൊക്കെ പ്രകൃത്യാതീതമായിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ യേശുവിന്റെ മരണത്തിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ വായിക്കുന്നു. വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ഈ പുനരുദ്ധാനത്തിന് ശേഷം. അങ്ങനെയൊക്കെയുള്ള ചില അത്ഭുതങ്ങളൊക്കെ അവിടെ നടന്നു. ശതാധിപനും അവനോടുകൂടി, അപ്പം ഒരു സെഞ്ചൂറിയൻ, ഈ റോമൻ പടയാളികളെയൊക്കെ 100 പടയാളികൾക്ക് തലവനായിട്ടുള്ള ഒരാളാണ് സെഞ്ചൂറിയൻ, ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. ഈ വലിയ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് കർത്താവ് മരിക്കുന്ന വിധമൊക്കെ കണ്ട് ട്രൂലി ദിസ് വാസ് എ സൺ ഓഫ് ഗോഡ്. യേശുവിന്റെ ശിഷ്യന്മാർക്ക് അത് ഏറ്റു പറയാനൊന്നും അവിടെ സാധിച്ചില്ലെങ്കിലും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പലരെയും ദൈവം കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാനായിട്ട് എഴുന്നേൽപ്പിച്ചതായിട്ടൊക്കെ നമ്മൾ ആഴ്ചകൾ മുമ്പ് നമ്മൾ ആ കാര്യങ്ങൾ കണ്ടായിരുന്നു. പിലാത്തോസിന്റെ ഭാര്യയും ഇവൻ യൂദാസ് ഇസ്കാരിയോത്ത് തന്നെ നിഷ്കളങ്ക രക്തം ഞാൻ ചൊരിഞ്ഞു എന്നൊക്കെ പറഞ്ഞായിട്ടുള്ള രംഗമൊക്കെ നമ്മൾ ഇതേ മത്തായി 27-ന്റെ ആദ്യ വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ ശതാധിപനും ഒരു വലിയ സാക്ഷ്യം പറയുന്നത് അത് സുവിശേഷകർ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുന്നത്. ശതാധിപനും അവനോട് കൂടെ ഇരുന്ന യേശുവിനെ കാത്തു നിന്നവരും ഒക്കെ അത് കണ്ടിട്ട് എന്താ പറഞ്ഞേ, ട്രൂലി ദിസ് വാസ് എ സൺ ഓഫ് ഗോഡ്, സത്യം അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. അവര് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ആ കാര്യങ്ങൾ കണ്ടതായിട്ട് സാക്ഷ്യപ്പെടുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നു. എന്റെ 55-ാമത്തെ വാക്യം, മത്തായി 27-ന്റെ 55, ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ച് വന്ന പല സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അതായത് ഇസ്രയേലിന്റെ
തെക്ക് ഭാഗത്തായിട്ടാണ് യെരുസലേം. യെരുസലേമിലാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്. എന്നാൽ കർത്താവ് വളർന്നതൊക്കെ, കർത്താവ് ജനിച്ചത് ബത്ലഹേമിലാണെങ്കിലും കർത്താവ് വളർന്നതൊക്കെ അങ്ങ് വടക്കൻ ഭാഗത്തുള്ള ഗലീലയിലാണ് നസ്രയത്തും കാനായും എല്ലാം ഉള്ളത്. അപ്പൊ ആ വടക്ക് നിന്ന് ഈ ഗലീലിൽ നിന്ന് തെക്ക് ഭാഗത്തേക്ക് യെരുസലേമിലേക്ക് കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ച പല സ്ത്രീകളും ഒക്കെ ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. അവരിൽ മഗ്ദലനക്കാരി മറിയവും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയവും സബദി പുത്രന്മാരുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. പിന്നെ സന്ധ്യയായപ്പോൾ, നമ്മളിപ്പം വായിച്ച പോർഷൻ, സന്ധ്യയായപ്പോൾ അരമത്യക്കാരനായ യോസെഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കയാൽ വന്നു പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പിലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചു. യോസഫ് ശരീരം എടുത്തു, നിർമ്മല ശീലയിൽ പൊതിഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. റാപ്ഡ് ഇൻ എ ക്ലീൻ ലിനൻ ക്ലോത്ത്, വളരെ ശുദ്ധമായിട്ടുള്ള ആ തിരശീലയില് ശീലയില് കർത്താവിന്റെ ശരീരം ലിനൻ ക്ലോത്തിൽ പൊതിഞ്ഞതായിട്ട് വായിക്കുന്നു. താൻ പാറയിൽ വെട്ടിച്ചിരുന്ന, ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം, തന്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. കല്ലറയ്ക്ക് എതിരെ മഗ്ദലക്കാരി മറിയവും മറ്റേ മറിയവും ഇരുന്നിരുന്നു. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പിലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. പുനരുദ്ധാനത്തിന് മുമ്പായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കാത്ത ഒരു ഡയലോഗാ ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പം ഈ ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം തന്നെ മഹാപുരോഹിതന്മാരും പരീശന്മാരും പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറയും, യജമാനെ, ആ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ടും അവരുടെ ആ ദേഷ്യമാണ് വായിക്കുന്നത്. കർത്താവിനെ വിളിക്കുന്നത് എന്താ? ആ ചതിയൻ എന്നുള്ളൊരു കാര്യം, ദാറ്റ് ഡിസീവർ എന്നുള്ളൊരു കാര്യമാണ് കർത്താവിനെ വിളിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും അവരുടെ ആ ഒരു മത്തായി 27 അധ്യായത്തിന്റെ 63 വാക്യം, മത്തായി 27 അധ്യായത്തിന് 63 വാക്യം, അത് നമ്മളിവിടെ വായിക്കുന്നേ, യജമാനെ, ആ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതവ് മുമ്പത്തേതിന് വിഷമമായി തിരികുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ എല്ലാവരും ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പിലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാലാകുന്നിടത്തോളം ഉറപ്പ് വരുത്തുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം എല്ലാം സീൽ ചെയ്തൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു, ഞങ്ങൾ കാവൽക്കൂട്ടത്തെയൊക്കെ തരാം, നിങ്ങൾ തന്നെ ഉറക്കം ഉളച്ചൊക്കെ കാത്തോ, എല്ലാം ഉറപ്പാക്കിക്കോ എന്ന് പിലാത്തോസ് അവരോട് പറഞ്ഞു, ഉറപ്പ് വരുത്തുവിനെന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. അത്രയൊക്കെ വലിയ പാടുപെട്ടൊക്കെ കല്ലറയൊക്കെ ഇങ്ങനെ അവര് സീൽ ചെയ്തൊക്കെ വെച്ചു എന്ന് കർത്താവ് ഈ കല്ലറയെല്ലാം ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു രംഗമാണ് നമ്മളിനി അടുത്ത മത്തായി 28 ബാക്കി സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. നമ്മൾ തിരിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പം, മർക്കോസിന്റെ സുവിശേഷത്തില് അതിന്റെ 37 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പുള്ള ആഴ്ചകളിൽ വായിച്ച് നിർത്തിയായിരുന്നു. അതിന്റെ കറസ്പോണ്ടിങ് പോർഷൻ, അതായത് യോഹന്നാൻ 19-30 വരെയുള്ള പോർഷൻ വായിച്ചപ്പോൾ മർക്കോസ് 15-37 വരെ നമ്മൾ വായിച്ചായിരുന്നു. ഞാൻ 38 മുതൽ അതിന്റെ അധ്യായം അവസാനിക്കുന്ന വരെയുള്ള വാക്യങ്ങൾ വായിക്കും. മർക്കോസ് 15-ാം അധ്യായത്തിന്റെ 38 വാക്യം, ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളവും 2ആയി ചീന്തിപ്പോയി. മേൽതൊട്ട് അടിയോളം, മേലെ നിന്ന് അടിയോളം ചീന്തിപ്പോയി എന്ന് പറയുമ്പോൾ ദൈവമായിട്ടാണ് ഇത് ചീന്തിയതെന്നുള്ളതിന്റെ ഒരു പ്രതീകമായിട്ടാണ്. അത് മനുഷ്യരായിട്ട് എന്തോ താഴെ നിന്ന് മുകളിലോട്ട് ചീന്തുവല്ല, മറിച്ച് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് ഈ തിരശ്ശീലയുടെ ചീന്തൽ എന്നുള്ളൊരു കാര്യം. യേശുവിന്റെ ജീവിതത്തിലായാലും നമ്മുടെ ജീവിതത്തിലെ ആ ജഡമാകുന്ന തിരശ്ശീലയെ ചീന്തുന്നത് കർത്താവിന്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക മാത്രം ചെയ്യണം. ഉടനെ അത് നമ്മൾ മർക്കോസ് 15-38 വാക്യം, ഉടനെ മന്ദിരത്തിൽ തിരശ്ശീല. അപ്പൊ കർത്താവ് പ്രാണനെ വിട്ട ആ സമയത്ത് തന്നെ എല്ലാം നിവൃത്തിയായപ്പോ യേശുവിന്റെ ജീവിതത്തിൽ ഉടനീളം ആ ചീന്തൽ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. സ്വന്തം ഇഷ്ടം എപ്പോഴും എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് യേശു ജീവിച്ചപ്പം ആത്മീയമായിട്ട് പറഞ്ഞ യേശുവിന്റെ ജീവിതത്തിലെ ജഡമാകുന്ന തിരശ്ശീല എന്നൊക്കെ നമ്മൾ എബ്രായർ 10-19-20 വാക്യങ്ങളിലാണ് വായിക്കുന്നത്. എപ്പോഴും കർത്താവിന്റെ ജീവിതത്തിൽ തന്റെ ജഡം, തന്റെ സ്വന്തം ഇഷ്ടത്തെ കർത്താവ് എപ്പോഴും പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് പ്രാണനെ വെടിഞ്ഞപ്പോ അതിന്റെ ഒരു ഹെവൻലി അറ്റസ്റ്റേഷനായിട്ട്, സ്വർഗീയമായിട്ടുള്ളൊരു ഒരു അറ്റസ്റ്റേഷനായിട്ട്, അതിന്റെ ഒരു ഉറപ്പായിട്ട്, അപ്രൂവലായിട്ട് പിതാവ് തന്നെ ആ യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ട് താഴേക്ക് ചീന്തി. അതിന്റെ ആത്മീയ അർത്ഥങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അത് എന്താ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്കൊരു പ്രവേശനം കർത്താവ് സാധ്യമാക്കി തന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അന്ന് പഴയ നിയമത്തിലൊക്കെ മഹാപുരോഹിതന്മാർക്ക്
മഹാപാപ പ്രായശ്ചിത്ത ദിനത്തില്, ഡേ ഓഫ് അറ്റോൺമെന്റിലെ വർഷത്തിൽ ഒരിക്കലും മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു എന്നൊക്കെ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് എപ്പോ വേണമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യേശുവേ എന്ന് വിളിച്ച് നമ്മളെ തന്നെ ഒരു നല്ല മനസാക്ഷിയോടെ നമ്മൾ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി നമ്മളങ്ങ് ഏൽപ്പിച്ചാൽ മതി. പരിശുദ്ധാത്മ നമ്മളിലൊന്നും നിറയും. യഥാർത്ഥത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ പ്രവേശിച്ചെന്ന് എങ്ങനെ മനസ്സിലാവുന്നേ? കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണതയുണ്ടെന്ന് നമ്മള് സങ്കീർത്തനം 16-11 വായിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സന്തോഷം എന്ന് നിറയുമ്പോൾ നമുക്കറിയാം നമ്മള് ദൈവത്തിന്റെ സന്നിധിയിലുള്ള, കർത്താവിന്റെ സന്നിധിയിൽ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ആത്മാവിലുള്ള വലിയ ആനന്ദത്തിന് പരിപൂർണതയുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക്, സിംഹാസനത്തിലേക്കുള്ള ആ അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം സാധ്യമായി എന്നും യേശു അതിനായിട്ടുള്ള ഒരു ജീവനുള്ള പുതുവഴി തന്റെ ജഡമാകുന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട് ഒരുക്കി എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 19-20 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ തിരശ്ശീല ചീന്തപ്പെടുന്നതായിട്ട് നമ്മളിപ്പോ മർക്കോസ് 15-38 വാക്യത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ച്, അവന് എതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. അപ്പൊ ആ ശതാധിപന്റെ സാക്ഷി നമ്മള് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിപ്പം വായിച്ചല്ലോ. സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവര് മഗ്ദലക്കാരി മറിയവും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയവും സലോമി അല്ലെങ്കിൽ സലോമ, ഇംഗ്ലീഷിൽ സലോമി, അപ്പം സലോമി ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മള് മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും ഈ രണ്ട് വാക്യം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സബദി പുത്രന്മാർ, അതായത് യാക്കോബിന്റെ യോഹന്നാന്റെ അമ്മയുടെ പേര് സലോമി എന്നായിരിക്കണം എന്ന് നമ്മൾ ആ കാര്യം നമ്മൾ അതിൽ നിന്ന് ഇൻഫർ ചെയ്യുന്നത്. 41 വാക്യം, അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ച് ശുശ്രൂഷിച്ചു പോകുന്നു. ഗലീലയിലെ കർത്താവ് ഗലീലയിൽ അവിടെ നസ്രയത്തിലും കഫർനഹൂമിലും കാനായിലും ബത്സേദയിലും ഒക്കെ അവിടെ ആ ഗലീലി പ്രദേശങ്ങളിലൊക്കെ, അതായത് വടക്കൻ ഇസ്രായേലിലൊക്കെ കർത്താവ് ശുശ്രൂഷിച്ചപ്പോൾ അവിടെ എല്ലാം ഇവരെല്ലാം കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതാ നമ്മൾ വായിക്കുന്നത്, അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചു തുടങ്ങുമ്പോൾ യേശുവിന്റെ അമ്മയും മറിയവും ഒക്കെ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാവുന്നത് ഇതിൽ നിന്ന്. മഗ്ദലക്കാരത്തെ മറിയം ഉണ്ടായിരുന്നു. മഗ്ദലക്കാരത്തെ മറിയത്തെ കുറിച്ച് നമ്മൾ അറിയാം. ലൂക്കോസ് 8-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിലും ഇതേ മർക്കോസ്, ഇപ്പൊ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലാണല്ലോ, മർക്കോസിന്റെ 16-ാം അധ്യായത്തില് ഈ മഗ്ദലക്കാരത്തെ മറിയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവളിൽ നിന്ന് 7 ഭൂതാത്മാക്കള് പുറത്തു പോയതാണെന്നുള്ള കാര്യം എവിടെ നമ്മൾ വായിക്കുന്നത്? ഇതേ ഇപ്പൊ നമ്മൾ ഈ പേജിൽ തന്നെ അങ്ങോട്ട് മറിക്കുമ്പോൾ മർക്കോസ് 16-ന്റെ 9-ാമത്തെ വാക്യത്തില് ഹി ഹാഡ് കാസ്റ്റ് ഔട്ട് 7 ഡീമൺസ്, 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരി മറിയ. ലൂക്കോസ് 8-ന്റെ 2-3 വാക്യങ്ങളിലും അതേ കാര്യം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 8-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള ഒരു ഭൂതഗ്രസ്തയായിരുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മഗ്ദലന ദേശത്തെ കുറിച്ചൊക്കെ വളരെ കുപ്രസിദ്ധമായിരുന്നു, പ്രോസ്റ്റിറ്റ്യൂഷൻ, വ്യഭിചാരം ഒക്കെ. അപ്പൊ അതുപോലൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നിരിക്കണം മഗ്ദലക്കാരത്തി മറിയ. അതുപോലെ 7 ഭൂതാത്മാക്കള് അവശിച്ചിരുന്ന സ്ത്രീ പറയുമ്പോൾ അതുപോലെയുള്ള ഒരു ദുർമാർഗമുള്ള ഒരു ജീവിതം ആയിരുന്നിരിക്കണം അവൾ ജീവിച്ചിരുന്നത്. ലൂക്കോസ് 7-ാം അധ്യായത്തില് പറയുന്നപ്പോ അഭിനയ സ്ത്രീ ഒരുപക്ഷെ അവളായിരിക്കാം എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ 8-ാം അധ്യായത്തിലെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും ഒരുപക്ഷെ മഗ്ദലക്കാരത്തി മറിയ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ ഇന്ന് അവളൊക്കെ അവളുടെ ആ പാപങ്ങളൊക്കെ മോചിച്ച് കിട്ടിയപ്പോ അവളെ സ്വന്തം വഴിക്ക് പോവുകയല്ല ചെയ്ത്, മറിച്ച് യേശുവിനെ അനുഗമിച്ച കാര്യം നമ്മളിവിടെ ഈ 40-ാമത്തെ വാക്യത്തിൽ ഇപ്പൊ വായിച്ച. സ്ത്രീകളും മർക്കോസ് 15-ന്റെ 40-ാമത്തെ വാക്യം, സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയം ഉണ്ടായിരുന്നു, ചെറിയ യാക്കോബിന്റെയും യോസയുടെ അമ്മ മറിയവും. ഒത്തിരി പേർക്ക് മറിയം എന്നുള്ള പേരുണ്ടായിരുന്നതായിട്ട് നമുക്ക് വചനത്തിൽ മനസ്സിലാവുന്നുണ്ട്. ആ മറിയം, ഈ മറിയം, മറ്റേ മറിയം എന്നൊക്കെ തന്നെ വചനത്തിൽ അങ്ങനെ എഴുതിയൊക്കെ നമ്മളിപ്പോ മത്തായി 27-ൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അമ്മ മറിയവും സലോമയും ഉണ്ടായിരുന്നു. അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അപ്പം ഇത്രയും ശിഷ്യന്മാരും അവരൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ സഹോദരിമാരായിരുന്നിരിക്കണം കുക്കിങ്ങും അതുപോലെയുള്ള വേറെ ഒത്തിരി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ സഹോദരിമാരുടെ ആ ഒരു വലിയ മിനിസ്ട്രി ഒക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അവര് കർത്താവിനെയും ശിഷ്യന്മാരെയൊക്കെ അനുഗമിച്ച് ശുശ്രൂഷിച്ചൊക്കെ പോകുന്ന ആ ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയി. എങ്കിലും ഈ സഹോദരിമാര് ആ ക്രൂസിനെ അഭിമുഖമായിട്ട് നിന്നതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ ഉണ്ടായിരുന്നു, ബാക്കി ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയതായിട്ട് നമ്മൾ കാണുന്നു. എന്നാ ഈ സഹോദരിമാരുടെ ആ ഒരു ധൈര്യം, അവര് അവസാനത്തോളം കർത്താവിന് വേണ്ടി, അതുപോലെ ലോകക്കാർ അവരെ അല്പരെന്ന് എണ്ണിക്കാണുമെന്ന് അവരെ കൊണ്ടാവത് അവർ ചെയ്തു. അവര് കർത്താവ് ഈ കാര്യങ്ങളെല്ലാം സാക്ഷ്യമായിട്ട് അവർ നിന്നു. നമ്മൾ വായിക്കുന്നത്, അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അവനോടുകൂടി യെരുശലേമിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു.
മനസ്സിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഓരോ കാര്യങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവ് അതെല്ലാം എംഫസൈസ് ചെയ്ത് എടുത്തു പറയുന്ന കാര്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അവർ കർത്താവിനെ അനുഗമിച്ചതിന്റെ ഒക്കെ വലിയ റിവാർഡ് ഇന്ന് ഒരുപക്ഷെ നമ്മള് കർത്താവിനെ അനുഗമിക്കുന്നൊന്നും ബാക്കി അനേകരൊന്നും കാണുന്നോ ഒന്നും ഇല്ലായിരിക്കും. വലിയ നമുക്ക് അംഗീകാരവും വലിയ ബഹുമതിയൊന്നും കിട്ടുന്നില്ലായിരിക്കും. നമ്മൾ കർത്താവിന് വേണ്ടി എടുക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള പല സ്റ്റാൻഡുകളൊക്കെ അന്ന് അതിനെല്ലാം പരിശുദ്ധാത്മ ഇവിടെ എല്ലാം വ്യക്തമായിട്ട് രേഖപ്പെടുത്തി എന്ന് പറയുന്നത് പോലെ ജീവന്റെ പുസ്തകത്തിൽ അതെല്ലാം കർത്താവ് നമ്മളുടെ പ്രാർത്ഥനയും നമ്മള് കർത്താവിന് വേണ്ടി കർത്താവിന്റെ ഹിതത്തിനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുത്ത ഓരോ സന്ദർഭങ്ങളും എല്ലാം നമ്മള് കർത്താവിന്റെ മക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തത്, പച്ചവെള്ളം കൊടുത്തത് പോലും അവിടെ റിവാർഡ് ഉണ്ടായിരിക്കും എന്ന് പത്താം അധ്യായത്തിന് 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ദൈവം എല്ലാം കണക്ക് സൂക്ഷിക്കുന്ന ദൈവമാണ് എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ 42-ാമത്തെ വാക്യം, വൈകുന്നേരമായപ്പോൾ ശബത്തിന് തലേനാളായ ഒരുക്കനാൾ ആകുകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനായ അരമത്തിയ. അപ്പൊ ആ അരമത്തി ജോസഫിനെ കുറിച്ച് പറയുന്ന പ്രോമിനന്റ് മെമ്പർ ഓഫ് ദ കൗൺസിൽ, ശ്രേഷ്ഠ മന്ത്രി, അവിടുത്തെ ആ യഹൂദന്മാരുടെ കൗൺസിലിൽ വലിയ ശ്രേഷ്ഠനായിട്ടുള്ള ആളായിരുന്നു. അവൻ ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനായിരുന്നു. അതുപോലെ ഒരു ദൈവത്തിനോട് ഒരു ദാഹം ഉണ്ടായിരുന്നു. എന്നാൽ അവന് യഹൂദന്മാരെ പേടിച്ച് രഹസ്യ ശിഷ്യനൊക്കെ ആയിരുന്നു. എന്നാൽ ഈ ഒരു സമയം വന്നപ്പം ബാക്കി ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ച ആ സമയത്ത് കർത്താവ് ഇദ്ദേഹത്തിന് ആ ഒരു ധൈര്യം കൊടുത്തതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. അതാ നമ്മൾ വായിക്കുന്നത്. യോസേഫ് വന്ന് ധൈര്യത്തോടെ, അതുവരെ ധൈര്യം ഇല്ലായിരുന്നു. നമ്മൾ പലപ്പോഴും ചില സഹോദരന്മാരോ ഇവരൊക്കെ എപ്പോഴും മീറ്റിങ്ങിനൊക്കെ അങ്ങനെ വരുന്നില്ല, റെഗുലർ അല്ല. ചില നിർണായകമായ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ചില സഹോദരങ്ങളെ ചിലപ്പോൾ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ ഇപ്പൊ നമുക്ക് ആരെയും അല്പമായിട്ട് കാണാനില്ല. പലരും മുമ്പന്മാരും ഒക്കെ ആവും. എന്നാൽ ഓഫ്കോഴ്സ് നമ്മൾ നോക്കുമ്പോൾ പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയൊക്കെ പിന്നീട് ദൈവത്തിന് ഉപയോഗിച്ചതുപോലെ ഇവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളത് കാണുന്നില്ല. നമുക്ക് അവർക്ക് അതിന്റെ കോളിംഗ് ഇല്ലായിരുന്നോ, എങ്ങനെയായിരുന്നോ അതോ എന്നാൽ ചില നിർണായകമായ സന്ദർഭങ്ങളിൽ ദൈവം ചിലരെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ തന്നെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന ചില സഹോദരങ്ങളായിരിക്കത്തില്ല ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് സഹായമായിട്ട് വരുന്നത്. പ്രതീക്ഷിക്കാത്ത ചിലരെ ആയിരിക്കും ദൈവം ആ സമയത്തൊരു ഉത്സാഹമായിട്ട്. അപ്പൊ നമ്മൾ ആരെയും പുച്ഛിക്കരുത്, തുച്ഛമായിട്ട് എണ്ണരുത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പം ഈ അരമത്തിയിലെ യോസഫ്, ഒത്തിരി യോസഫന്മാരുണ്ടായിരുന്നു. എന്നാൽ അരമത്തിയിലെ യോസഫ് എന്ന് വ്യക്തമായിട്ട് അവിടെ എടുത്തു പറയാം. അരമത്തിയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പിലാത്തോസിന് അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പിലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ശതാധിപനെ വിളിച്ചു. അതിനിടയിൽ മരിച്ചു കാണും എന്ന് വെച്ചാൽ സാധാരണ പടയാളികളൊക്കെ അതുപോലെ നിരങ്ങി മൂളി അതുപോലൊക്കെയുള്ള ഒരു ഇതിലേക്ക് അങ്ങ് പോവുമായിരിക്കുന്ന, ഇതിനിടയിൽ മരിച്ചു കഴിഞ്ഞു. അപ്പൊ കർത്താവ് ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള എല്ലാം നിവൃത്തിയായപ്പോൾ പിതാവിന് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമ്മൾ യോഹന്നാൻ 19:30 കണ്ടതുപോലെ കർത്താവിന്റെ മരണം വളരെ ബാക്കിയുള്ള ക്രൂശിലെ കുറ്റവാളികളുടെ മരണം പോലെയുള്ള ഒരു സാധാരണ മരണം അല്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നുണ്ട്. അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൻ യോസഫിന് നൽകി. സെർട്ടനിങ് ദിസ് ഫ്രം ദ സെഞ്ചുറിയൻ ഹി ഗ്രാൻഡഡ്. അത് ഇതൊക്കെ എത്ര നേരമായി എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഉറപ്പാക്കിയിട്ട് അപ്പൊ ഉറപ്പാക്കാൻ വേണ്ടിയാ പടയാളികളാണ് അവരാണ് യേശുവിന്റെ ബിലാവിൽ കുത്തിയത്. അപ്പൊ അങ്ങനെ അവരെ ഉറപ്പാക്കി വന്നപ്പോൾ ഈ യോസഫിന്റെ ശരീരം വിട്ടു നൽകി, കർത്താവിന്റെ ശരീരം വിട്ടു നൽകിയതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവനൊരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റി പൊതിഞ്ഞു, പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു, കല്ലറ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചു. അവിടെ നിക്കോദമസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലെന്ന് നമ്മൾ യോഹന്നാൻ സുവിശേഷം നിക്കോദമസിനെ കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. അവന് വെച്ച ഇടം മഗ്ദലക്കാരി മറിയവും യോസയുടെ അമ്മ മറിയവും നോക്കി കണ്ടു. എന്നുവെച്ചാൽ അവരത് നോക്കി കണ്ടുകൊണ്ടാണ് അവര് പിന്നീട് വന്ന് കർത്താവിന്റെ ശബ്ദത്തെ കഴിഞ്ഞ് പുലർച്ചെ തന്നെ ഇരുട്ടായിരുന്ന സമയത്ത്, പുലർച്ചെ ആവുന്നതിന് മുമ്പ് ഇരുട്ടായിരുന്ന സമയത്ത് തന്നെ അവര് കല്ലറക്കിലേക്ക് പോകുന്ന രംഗമൊക്കെ നമ്മൾ പിന്നീട് മർക്കോസ് 16-ാം അധ്യായത്തിൽ തുടർന്ന് കാണും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലും അതേ പോർഷൻ നമ്മൾ വായിക്കുവാണെങ്കിൽ ലൂക്കോസ് 24-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ലൂക്കോസ് 23-ാം അധ്യായത്തില് അതിന്റെ 46 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളത് കണ്ടായിരുന്നു. യോഹന്നാൻ 19-30 വരെയുള്ള കറസ്പോണ്ടിങ് പോർഷൻ, 47 മുതൽ നമ്മളിപ്പം വായിച്ച പോർഷന്റെ കറസ്പോണ്ടിങ് പോർഷൻ വായിക്കുക. ലൂക്കോസ് 23-ന്റെ 47-ാമത്തെ വാക്യം എന്താ നമ്മളവിടെ വായിക്കുന്നത്? ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു എന്ന് ഇവിടെ വായിക്കുന്നത്. നമ്മൾ ബാക്കി സുവിശേഷങ്ങളിൽ ഇവന് ദൈവപുത്രനായിരുന്നു എന്ന് പറയുന്നതായിട്ട്, ദൈവപുത്രനായിരുന്നു എന്നല്ല അവൻ സാക്ഷിച്ച് കാണും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ കോംപ്ലിമെന്ററി ആണ്, കോൺട്രഡിക്ടറി അല്ല. പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ഈ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത് എന്ന് പറയും. പക്ഷെ
നമ്മൾ അതിൽ നിന്ന് എന്താ നമ്മൾ പറഞ്ഞത്, കോൺട്രഡിക്ടറി അല്ല മറിച്ച് കോംപ്ലിമെന്ററിയാ. അത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില സുവിശേഷകരെ ഒന്ന് രേഖപ്പെടുത്തി പരിശുദ്ധാത്മാവിൽ, വേറെ ചില സുവിശേഷകരെ അതിന് പരസ്പര പൂരകമായിട്ടുള്ള ചില കാര്യം, ബാക്കി കാര്യം രേഖപ്പെടുത്തി. അപ്പൊ വാസ്തവത്തിൽ നീതിമാനായിരുന്നു, ദൈവപുത്രനായിരുന്നു എന്ന് ആ ശതാധിപൻ അവന് ദൈവത്തിന്റെ ഒരു വെളിപ്പാട് ലഭിച്ച കാര്യം നമ്മളവിടെ വായിക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹി വാസ് പ്രൈസിങ് ഗോഡ്. ഒരു ശതാധിപൻ, റോമൻ ശതാധിപൻ കർത്താവിനെ മരണവിധം കണ്ടിട്ട് അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് അവൻ ദൈവത്തെ സ്തുതിച്ചു. കർത്താവിന്റെ മരണത്തിലും മറ്റുള്ളവർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായി എന്നുള്ള കാര്യം നമ്മളിവിടെ കാണുവാൻ കൂടി വന്ന പുരുഷാരൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. 48 വാക്യം. 49 അവന്റെ പരിചയക്കാർ എല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. അരമത്യ എന്നൊരു യഹൂദിയ പട്ടണക്കാരനായ, അപ്പം അരമത്യ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ യഹൂദിയയിലുള്ള ഒരു പട്ടണമാണ്. യഹൂദിയയിലാണ് യെരുശലേമും ഉള്ളത്. യഹൂദിയ ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അതൊരു തെക്കുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ഇസ്രായേലിന്റെ. വടക്കുള്ള ഡിസ്ട്രിക്റ്റ് ആണ് ഗലീലയും ഒക്കെ. അത് നമ്മളിവിടെ ഗലീലയുടെയും യെരുശലേമിന്റെ ഇടയ്ക്കായിട്ടാണ് ശമരിയൊക്കെ വരുന്നത്. നമ്മൾ ഇസ്രായേലിന്റെ മാപ്പ് നോക്കുമ്പോൾ അത് കാണാൻ പറ്റുമല്ലോ. അപ്പൊ അതാ നമ്മളിവിടെ അരമത്യ എന്നൊരു യഹൂദ പട്ടണം. 50 വാക്യത്തില് നമ്മള് അതാ വായിക്കുന്നത്, സിറ്റി ഓഫ് ദ ജ്യൂസ്, യഹൂദന്മാരുടെ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായി. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതുപോലെ ദൈവരാജ്യത്തെ അവൻ നല്ലവനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവരാജ്യത്തെ കാത്തിരുന്നവനായിരുന്നു. യോസെഫ് എന്നൊരു മന്ത്രി, അവര് കൗൺസിൽ മെമ്പർ ആയിരുന്നു. അന്നത്തെ യഹൂദന്മാരുടെ ആ കൗൺസിലിൽ ഒരു മെമ്പർ ആയിരുന്നു, മെമ്പർ ഓഫ് ദ കൗൺസിൽ. അതാ മന്ത്രി എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു. ഈ യഹൂദന്മാരൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴും അവരുടെ കൗൺസിലൊക്കെ കൂടിയത്, കയ്യഫാവും അന്നാവും കൂടെ കൗൺസിൽ കൂടിയതായിട്ടൊക്കെ നമ്മൾ മത്തായി 27 അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഈ കൗൺസിൽ കൂടിയപ്പോൾ ഈ അരമത്യ യോസഫ് ഇതിന് അനുകൂലമല്ലായിരുന്നു. പക്ഷെ അവന്റെ സ്വരത്തെ അവരെല്ലാം അടക്കി കളഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. 53 വാക്യം, അത് ഇറക്കി. അപ്പൊ കൗൺസിൽ മെമ്പറൊക്കെ ആയതുകൊണ്ടായിരിക്കണം പിലാത്തോസ് നൽകിയത്. ആ സാധാരണ ശിഷ്യന്മാരെ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ആട്ടിപ്പായച്ച് വിട്ടേനായിരിക്കാം. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു വലിയ ജ്ഞാനത്തിന്റെ ദൈവം പല കാര്യങ്ങൾ, അപ്പൊ യേശുവിനെ അതുപോലെ അടക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതും ഒരു പ്രവചനത്തിന് നിവൃത്തിയായിട്ട് അവൻ മരണത്തിലെ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു എന്നുള്ള ആ ഒരു പ്രവചനത്തിന് നിവൃത്തിയാണെന്നുള്ള ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് മാത്രമല്ല, സുവിശേഷം പ്രസംഗിക്കുമ്പോഴും യേശുവിനെ മരിച്ചു അടക്കി എന്നൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ, ഞാനിപ്പോ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് 1 കൊരിന്ത്യർ 15 ഒന്ന് പോവുകയാണെങ്കിൽ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോഴും യേശുവിന്റെ ഒരു അടക്കവും അത് പലയിടത്തും വ്യക്തമായിട്ട് എടുത്തു പറയുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം അന്നത്തെ റോമൻ സമ്പ്രദായ പ്രകാരം അവര് കുറ്റവാളികളുടെ ശരീരം അടക്കാതെ അത് കാട്ടുപക്ഷികളൊക്കെ വന്ന് തിന്നുകൊണ്ട് പോകാനൊക്കെ അനുവദിക്കുമായിരുന്നു എന്നൊക്കെയുള്ള ചരിത്രം പറയുന്നുണ്ട്. എന്ന കർത്താവിനെ അടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതൊരു പുതിയ കല്ലറയിൽ ഒരു തോട്ടത്തിൽ അടക്കിയതായിട്ടൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15 അതിന്റെ 3-ാമത്തെ വാക്യം, അതിന് 3-4 വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. അപ്പം തിരുവെഴുത്തിന് പ്രകാരം കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു. ഇപ്പൊ അപ്പം അത് ഈ സുവിശേഷങ്ങളാകുന്ന തിരുവെഴുത്തിന് പ്രകാരം, പിന്നെ യെശയ്യാവിന്റെ പുസ്തകം അതുപോലെ പഴയ നിയമത്തിലെ തിരുവെഴുത്ത് പ്രകാരവും കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം. അപ്പൊ അതിനായിട്ട് കൗൺസിൽ മെമ്പറെ ദൈവം അതുപോലെ അവിടെ റീറ്റെയിൻ ചെയ്തു എന്നുള്ളൊരു കാര്യമൊക്കെ ദൈവത്തിന്റെ ഒരു പരമാധികാരം. നമ്മളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യത്തിനൊക്കെ ദൈവം ചില സ്വാധീനമുള്ളവരെയൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചില കോണ്ടാക്ട് കിട്ടുമ്പോൾ, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചിലയിടത്ത് ചെല്ലുമ്പോൾ അതിന്റെ ആളെയൊക്കെ അറിയാം. അപ്പൊ അത് നമ്മള് സാധാരണക്കാരാണെന്ന് ദൈവത്തിൻ്റെതായ ചില ജ്ഞാനത്തില് ചില കാര്യങ്ങളൊക്കെ, ചില കോണ്ടാക്ട്സും കാര്യങ്ങളും ഒക്കെ ദൈവത്തിന്റെ സമയത്ത് തരുന്ന, അതും കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ തിരിച്ച് ലൂക്കോസ് 23 വരുമ്പോൾ അത് ഇറക്കി പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ച് 53-ാമത്തെ വാക്യം, ലൂക്കോസ് 23:53 അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കനാളായിരുന്നു. ശബത്തും ആരംഭിച്ചു. ഗലീലയിൽ നിന്ന് അന്ന് 2 ശബത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചായിരുന്നല്ലോ. അന്നത്തെ വ്യാഴാഴ്ച മരിച്ചു, വെള്ളിയും ശനിയും ശബത്തായിരുന്നു. അന്ന് പെസഹ ആയിരുന്നുകൊണ്ട് അതിന്റെ പിറ്റേ ദിവസമായിരുന്നു വെള്ളിയാഴ്ചയും ഒരു ശബത്തായിരുന്നു. ഇത് വലിയ ശബത്തായിരുന്നു എന്നൊക്കെ യോഹന്നാൻ 19:30 വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോകുന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമളതൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു എന്ന് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ
നമ്മൾ തിരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ അതിന്റെ 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച പോകാം. നമ്മളപ്പോ കണ്ട് രണ്ട് രഹസ്യ ശിഷ്യന്മാരെ ദൈവം പരസ്യ ശിഷ്യന്മാരായിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ചില അവസരങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി ഒരു പരസ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാനൊക്കെ മടിച്ചു നിന്നിട്ടുള്ളവരായിരിക്കാം. എന്നാൽ അവർക്ക് ധൈര്യം നൽകിയ ആ കർത്താവിന് നമുക്ക് ധൈര്യം നൽകാനൊക്കും. നമ്മുടെ ജീവിതത്തിലും ഏതൊരു സാഹചര്യത്തിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടി, അതും ആ ശിഷ്യന്മാര് അവര് തന്നെ ചെന്ന് ഈ ക്രൂസിൽ നിന്ന് ശരീരമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ഒരു ശവശരീരം, അതും രക്തമെല്ലാം വാർന്നൊലിച്ച് രക്തമെല്ലാം കട്ട പിടിച്ച് ക്രൂസിൽ, അതുപോലെ പിലാപ്പുറം എല്ലാം പിളർന്നതായിട്ടുള്ള അങ്ങനെ ഒരു ശരീരം ഒരു കേടുപാട് കൂടാതെ, ഇനിയൊരു കേടുപാട് കൂടാതെ ആ ക്രൂസിൽ നിന്ന് താഴെ ഇറക്കുക എന്നൊക്കെ പറഞ്ഞ ശ്രമകരമായിട്ടുള്ളൊരു ജോലി. എന്നാൽ അവിടെ ഒരു കൂട്ടായ്മയായിട്ട് ഈ രണ്ടുപേരെ ദൈവം, അവിടെ ഒരാളായിരുന്നെങ്കിൽ ഒരു ശരീരത്തെ അതുപോലെ ക്രൂസിൽ നിന്ന് ഒരാളെ കൊണ്ട് പറ്റത്തില്ല. അപ്പം ദൈവം ഒരു നിക്കോദെമസിനെ ഒരുക്കി, അരമത്തെ ജോസഫിനെ ഒരുക്കി. ദൈവത്തിന്റെ മുന്നൊരുക്കത്തിൽ ദൈവം എല്ലാം എത്രമാത്രം എല്ലാം ഏറ്റവും വ്യക്തമായിട്ടെല്ലാം പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അതുവരെ ധൈര്യമില്ലാതിരുന്ന അവര് ധൈര്യം പ്രാപിച്ച് ധൈര്യത്തോടെ എന്ന് ചോദിക്കുകയും ആ ശരീരം വിട്ടുകിട്ടുകയും അത് അവര് വ്യഞ്ജനങ്ങളെ ലേപമെല്ലാം പുരട്ടുന്നതും അതുപോലെ കിലോ കണക്കിന് 45ഓളം കിലോ ഉള്ള അത്രയും വെയിറ്റ് ഉള്ള മൂറും അകിലും ഒക്കെ അങ്ങനെ കൂട്ടുകൊണ്ടുവന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത്രമാത്രം ആ ഒരു യേശുവിനുള്ള ആ ഒരു സ്നേഹവും ആരാധനയും ഭക്തിയൊക്കെ നിക്കോദെമസിന്റെ ആ ഒരു ഭക്തി അവിടെ പ്രകടമാവുന്നത്. അത്രമാത്രം കർത്താവിനെ അവൻ സ്നേഹിച്ചു. അതെനിക്ക് വേണ്ടി രാത്രിയില് അതുപോലെ തന്നോട് വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞ് തന്നോട് പല കാര്യങ്ങൾ ഉപദേശിച്ചത് ആ കർത്താവ് പിന്നീട് നിക്കോദെമസും ഒക്കെ കർത്താവിനെ എത്രമാത്രം സന്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. എന്ന് ആ ഒരു കർത്താവിനുള്ള വലിയ ആരാധനയോടെ ആ കാര്യങ്ങളൊക്കെ അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തോട്ടത്തിന്റെ കാര്യവും, ഒരു പാപം ഒരു തോട്ടത്തിൽ വന്നെങ്കിൽ ഒരു തോട്ടത്തിൽ തന്നെ ആ പാപത്തിന് നിവൃത്തിയായിട്ട് കർത്താവ് ക്രൂസിൽ നിന്ന് ഇറങ്ങി അടക്കപ്പെടുമ്പോൾ ഒരു തോട്ടത്തിൽ അതിനെ അടക്കപ്പെടുന്ന വിധങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവം എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനും ഓരോ ജീവിത സന്ദർഭങ്ങളിലും കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിക്കോദെമസിനെ പോലെയും ജോസഫിനെ പോലെയൊക്കെ ഒരു കാലത്ത് നമ്മൾ മടിച്ചു നിന്നിരുന്നവരാണെങ്കിൽ പോലും ധൈര്യത്തോടെ വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്ര തന്നിരിക്കുന്നതെന്നാണ് 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും എന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. അപ്പൊ അവർക്ക് യഥാർത്ഥത്തിൽ കർത്താവിനുള്ള ഒരു സ്നേഹവും ആരാധനയും ഉണ്ടായിരുന്നു. അത് അവരുടെ ആ ഭയത്തെയൊക്കെ അങ്ങ് പുറത്താക്കി. അന്ന് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സഹായം അവർക്ക് അവരുടെ മേല് ദൈവം ഒരു ധൈര്യം നൽകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലും നമ്മളും കർത്താവിന് വേണ്ടി നമ്മുടെ രഹസ്യത്തിൽ നിന്നെല്ലാം പരസ്യമായിട്ട് കർത്താവിന് വേണ്ടി ഏതൊരിടത്തും, നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിലാവട്ടെ, സുഹൃത്തുക്കളുടെ ഇടയിലാവട്ടെ, നമ്മളുടെ ജോലി സ്ഥലത്താവട്ടെ, നമ്മളുടെ നാട്ടിലാവട്ടെ, എവിടെ ആണെങ്കിലും കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വചനത്തിന് വേണ്ടി മറ്റുള്ളവര് കർത്താവിന്റെ കർത്താവിന്റെ സാക്ഷിയാണ് നമുക്ക് ഉള്ളതെന്നുള്ളൊരു കാര്യം അറിയുന്നതിൽ നമുക്കൊരു അഭിമാനം ഉണ്ടാവണം. കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ ഹൗസ് ലോണിന്റെ കാര്യം എന്തോ ഒരു കാര്യം ഇതുമായിട്ടും അവിടെ ബാങ്കുകാരോട്ട് സംസാരിച്ചപ്പോ എന്ന് ഡോക്ടർ എല്ലാ ഇൻകം അങ്ങ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം ഈ ഒരു രൂപ പറയാതെ എല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ക്രിസ്ത്യൻ കൺവെൻഷൻ ഉള്ള ആളാണ്. അതുകൊണ്ട് അപ്പൊ പുള്ളിക്കാരത്ത് ആദ്യം എനിക്ക് അറിയാം ഡോക്ടറെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. ആ ഒരു ക്രിസ്തീയ കൺവെൻഷൻ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് അവിടെ ഞാൻ ക്രിസ്ത്യൻ കൺവെൻഷൻ ഉള്ള ആളായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു കാര്യം അവിടെ കർത്താവിന്റെ ഒരു വാക്ക്, കർത്താവിന്റെ ഒരു നാമം നമുക്ക് എവിടെങ്കിലും ഉയർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ കർത്താവിനെ കുറിച്ച് പറയാൻ, കർത്താവിന്റെ ഒരു വചനം ഒന്ന് കോട്ട് ചെയ്യാൻ കഴിഞ്ഞ ദിവസം SN സെൻട്രൽ സ്കൂളിന്റെ കുഞ്ഞുങ്ങളുടെ പഠിച്ച സ്കൂളിന്റെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ അവിടെ ചെന്ന് ഡയറക്റ്റ് ചെയ്യുന്ന വചനം കോട്ട് ചെയ്യാൻ ഞാൻ വചനത്തിന് റെഫറൻസ് പറയാതെ വചനമൊക്കെ കോട്ട് ചെയ്തു. എല്ലാ ഭാരം അങ്ങോട്ട് ഇടണമെന്നും കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വചനമായിട്ടൊക്കെ കോട്ട് ചെയ്തു. വചനത്തിന് റെഫറൻസ് ഒന്നും കോട്ട് ചെയ്യാതെ ആ വചനത്തിന്റെ കണ്ടന്റ് അതുപോലെ കോട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയാനും. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എവിടെയൊക്കെ യുക്തമായിട്ട് നമ്മൾ ആരെങ്കിലും വചനം നമ്മള് അടിച്ചേൽപ്പിക്കണം എന്നുള്ള കാര്യമല്ല. എന്നാൽ കർത്താവിന്റെ സാക്ഷിയായിട്ട് കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങൾ അനുസരിച്ച്, പരിശുദ്ധാത്മാവ് തുറക്കുന്ന ഡോർസ് അനുസരിച്ച് കർത്താവ് എവിടെ ആയാലും കർത്താവിന്റെ സാക്ഷിയായിട്ട്, കർത്താവിന്റെ സൗരഭ്യവാസനയായിട്ട് ആയിരിക്കാനും, കർത്താവിനോട് സ്റ്റാൻഡ് എടുക്കാനും
ഒരു ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ആയിരിക്കാനും, അങ്ങനെ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം എല്ലാം ദൈവത്തിന്റെ. ഇപ്പം ദൈവം ഇവരെയൊക്കെ ഒരുക്കിയതുപോലെ കൗൺസിൽ മെമ്പറിനെയൊക്കെ ഈ ഒരു ശവമടക്കിനായിട്ട്, കർത്താവിന്റെ ബെറിയലിനായിട്ട് ദൈവം ഒരുക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ആവശ്യത്തിൻ്റെതായ പല സന്ദർഭങ്ങളിലും ആര് സഹായിക്കും, അല്ലെങ്കിൽ അവിടെ ആരുണ്ടാവും, ഇവിടെ ആരുണ്ടാവും, അല്ലെങ്കിൽ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സഹോദരിമാർ ഇവിടെ പറയാൻ തുടങ്ങും, ആര് കല്ലുരുട്ടി മാറ്റും എന്നൊക്കെ പറഞ്ഞ് സഹോദരിമാര് വളരെ വെപ്രാളപ്പെട്ട് ഈ കല്ലറക്കിലേക്ക് ചെല്ലുന്ന രംഗമൊക്കെ നമ്മൾ ഇനിയിപ്പോ അടുത്ത ആഴ്ച ചിന്തിക്കാനുള്ളത്. അപ്പൊ ആര് കല്ലുരുട്ടി മാറ്റും എന്നൊക്കെ നമ്മൾ വെപ്രാളപ്പെടും. പക്ഷെ കർത്താവിടെ കല്ലൊക്കെ ഓൾറെഡി എടുത്ത് ഉരുട്ടി മാറ്റി വെച്ചിട്ട് അവിടെ കാത്തിരിക്കുവാണ് നമ്മുടെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ പല വെപ്രാളങ്ങളും ടെൻഷനും ഒക്കെ. പക്ഷെ ദൈവം എല്ലാം ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിൻ്റെതായ മക്കളെയും ഈവൻ അവിശ്വാസികളെ തന്നെയും പലയിടങ്ങളിലൊക്കെ നമുക്കായിട്ട് ദൈവം ഉപയോഗിച്ച് ദൈവം എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ദൈവം നമുക്കായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് എത്ര ഒരു ആശ്വാസവും സ്വസ്ഥതയും നൽകും. അപ്പൊ ആ ഒരു ആശ്വാസത്തോടെ, സ്വസ്ഥതയോടെ, ധൈര്യത്തോടെ കർത്താവിന്റെ സാക്ഷികളാകാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നായിക എൻ ക്രൂസ് എടുത്ത് നിൻ പിന്നാലെ വരും ഞാൻ, നിന്നിനായി തീർന്നാലും നിൻ മഹത്വം ഘോഷിപ്പാൻ. നമുക്കറിയാം ആരംഭത്തെ ജോസഫ് കർത്താവിന് വേണ്ടി സ്റ്റാൻഡൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു ചെല്ലുമ്പോ കൗൺസിൽ സ്ഥാനം ഒന്നും കണ്ടായിരിക്കത്തില്ല. അവിടെ ചെല്ലുമ്പോ നീ മന്ത്രിസ്ഥാനവും കൗൺസിൽ സ്ഥാനവും ഒന്നും കാണത്തില്ല. നീ ഇതുവരെ രഹസ്യത്തിലേക്ക് പിൻപറ്റിപ്പോ പരസ്യമായപ്പോഴത്തേക്കും നിന്നിനായി തീർന്നു, എന്നാലും കർത്താവിന്റെ മഹത്വം ഘോഷിപ്പാനായിട്ട് കർത്താവെ ഞാൻ പിൻചെല്ലും, തൻ രക്തം താൻ ചൊരിഞ്ഞു. നിക്കോദെമോസ് ആണെങ്കിലും നിക്കോദെമോസിനോട് കർത്താവ് ആദ്യമായിട്ട് നമ്മളെ പറഞ്ഞ പോലെ വീണ്ടും ജനിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് മോശപ്പിച്ചുള്ള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അപ്പം ഉയരത്തിൽ ക്രൂസിൽ ചെന്ന് ഡെഡ് ബോഡി രമതി ജോസഫിനോട് കൂടി ചേർന്ന് കിടക്കുകയും സുഗന്ധവ്യഞ്ജനങ്ങള്, സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശുകയൊക്കെ ചെയ്യുമ്പം കർത്താവിന്റെ ആ വാക്കുകള് നിക്കോദെമോസിന്റെ മനസ്സിൽ എത്രമാത്രം മുഴങ്ങിക്കൊണ്ടേയിരുന്നിരിക്കണം. അതുപോലെ യേശു കർത്താവ് മോശപ്പിച്ചുള്ള സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവിനെ അവിടെ മരുഭൂമിയില് കർത്താവിനെ അവിടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് അതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു എന്നുള്ള തന്റെ മരണത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നേരിട്ട് അത് വിറ്റ്നസ് ചെയ്ത് തന്റെ ജീവിതത്തിൽ എത്രമാത്രം ഒരു മാറ്റം ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ നമ്മൾ യോഹന്നാൻ 3-ാം അധ്യായത്തില് നിക്കോദെമോസിനെ കുറിച്ച് വായിച്ചിട്ട് യോഹന്നാൻ 19-ാം അധ്യായത്തിന് ഇടയിൽ യോഹന്നാൻ 7-ാം അധ്യായത്തിന് അവസാനം, ഞാൻ ആ വാക്യങ്ങൾ എടുക്കാൻ വിട്ടുപോയായിരുന്നു, നമുക്ക് അടുത്ത ആഴ്ച കാണാം. യോഹന്നാൻ 7-ാം അധ്യായത്തിന് അവസാനം നിക്കോദെമോസ് പരീശന്മാര് പല കാര്യങ്ങൾ പറയുമ്പോൾ നിക്കോദെമോസ് യേശുവിനെ വേണ്ടി അനുകൂലമായിട്ടൊരു വാക്ക് അവിടെ പറയുമ്പോൾ അന്നേ അവരെല്ലാം കൂടെ നിന്ദിക്കുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. നീയും ഗലീലക്കാരനാണോ, ഗലീലിൽ നിന്ന് പ്രവാചകനൊന്നും വരത്തില്ലെന്ന് അറിയത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിക്കോദെമോസിനെ അവിടെ അവരെല്ലാം പരിഹസിക്കുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മൾ യോഹന്നാൻ 7-ാം അധ്യായത്തിന് അവസാനത്തെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ അവന് ശരിയാണ്, ഒരു സമയത്തേക്ക് ഒരു സ്ഥാനവും മാനവും ഒക്കെ കുറച്ചൊക്കെ അവനൊരു ഇതൊക്കെ ആയി തോന്നി രണ്ടുപേർക്ക്, യോസഫിനും നിക്കോദെമോസിനും. എന്നാൽ കർത്താവിന് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ സാധിക്കാത്തത് കർത്താവ് മരിച്ചതിന് ശേഷം അവര് നിക്കോദെമോസും യോസഫും അതുപോലെ ഒരു കൂട്ടായ്മയില് ആ കാര്യങ്ങള് കർത്താവിന് ബെറിയലിനായിട്ട് കാര്യങ്ങൾ നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് മുൻനിർണയ പ്രകാരം എല്ലാം എത്രമാത്രം എല്ലാം പ്ലാൻഡ് ആണെന്നുള്ള കാര്യവും നമുക്ക് എത്രമാത്രം സ്വസ്ഥതയിലായിരിക്കാം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ പാട്ട് പാടുമ്പോൾ എൻ കർത്താവെ ഞാൻ പിൻചെല്ലും, അവിടുന്ന് എനിക്ക് വേണ്ടി കർത്താവെ അവിടുത്തെ രക്തം ചൊരിഞ്ഞല്ലോ, ലോകമൊക്കെ എന്നെ കൈവിടും, എന്റെ കൗൺസിൽ സ്ഥാനവും ബാക്കി പല പുതുമാരുടെ പ്രമാണി എന്നുള്ള സ്ഥാനവും മാനവും ഒക്കെ പോവും, എന്നാലും കർത്താവെ കൃപയാ ഞാൻ പിൻചെല്ലും, ലൗകിക അഭിലാഷമല്ല, സ്വർഗത്തിലെ ദൈവം താന് എന്റെ ദിവ്യ പങ്കെന്നേക്കും, ഞാൻ വലിയ സൗഭാഗ്യവാനാണ്. ആ ഒരു വാക്കുകൾ അർത്ഥമാക്കിക്കൊണ്ട് നമ്മെ തന്നെ കൂടെ ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കർത്താവെ ഒന്നിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ. ഓരോ കാര്യത്തിലും കർത്താവെ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഒന്നും എനിക്ക് വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ. എനിക്ക് കർത്താവെ അങ്ങക്ക് വേണ്ടി ധൈര്യത്തോടെ വാതുറക്കാനായിട്ട്, ധൈര്യത്തോടെ നിലപാടെടുക്കാനായിട്ട്, എല്ലാ കാര്യത്തിലും കർത്താവെ എന്റെ ഇഷ്ടം മാത്രം, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം ചെയ്യുവാനായിട്ട് എന്നെ ഏൽപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ നോക്കി, കർത്താവിന്റെ ആ സ്നേഹം നിറഞ്ഞ മുഖത്തെ നോക്കി നമുക്ക് പാടാം. ലോകമെന്നെ കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും.
ലൗകികാഭിലാഷമല്ല സ്വർഗത്തിലെ ദൈവം എന്റെ കാവ്യപങ്കിൽ ഞാൻ സൗഭാഗ്യവുമാ തന്റെ താൻ ചോദിക്കുന്നു കൃപയാൽ ഞാൻ പ്രസാദമിന്ദ്രമോദം നിൻ പ്രകാശം ജീവനാ നീതാനെന്റെ നീയല്ലാറ്റേതുമില്ല തന്റെ താൻ ചോദിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും ഹൃദയാൽ ഞാൻ പിൻചെല്ലും ശത്രുയേറ്റം കോപിച്ചാലും നീ തന്നിലും നിന്റെ മുഖശോഭമൂലം ക്ലേശമൊരിക്കലും ഞാൻ പിൻചെല്ലും തന്റെ താൻ ചോദിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ ആ നായകന്റെ മുമ്പാകെ അത് ഇന്ന് ലോകത്തിലെ അനേക സിനിമാ നായകന്മാരും ക്രിക്കറ്റ് നായകന്മാരും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മളുടെ രക്ഷാനായകനായിട്ടുള്ള കർത്താവ്, അവിടുന്ന് ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, അവിടുന്ന് നമ്മുടെ രക്ഷാനായകൻ, ആ നായിക ക്രൂസ് എടുത്ത് ഞാൻ അങ്ങേ പിൻചെല്ലും, അങ്ങേ ഞാൻ പിൻപറ്റി കൃപയാലെ ഞാൻ പിൻചെല്ലും. ഈ ലോകം എന്നെ കൈവിടും, ഞാൻ നിന്ദനായിത്തീരും. ലോകത്തിലെ ചില സ്ഥാനവും മാനവും പോവും. കർത്താവിനായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ, ഒരു നിലപാടെടുക്കുമ്പോൾ പള്ളിയിലെ ചില സ്ഥാനങ്ങളും ചില മാനങ്ങളും കാര്യങ്ങളും ഒക്കെ പോവും. എന്നാ കർത്താവേ, അവിടുന്ന് എന്റെ ദിവ്യ പങ്കാവുമ്പോൾ ഞാൻ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞുവല്ലോ. ആ രക്തമെല്ലാം കട്ടവിടെ വെച്ചിരുന്ന മുള്ളുകളും ആ ആണിപ്പാടുകളും ആണികളും എല്ലാം കൂടെ, അതെല്ലാം രക്തമെല്ലാം കട്ടപിടിച്ചിരുന്ന മാംസവും രക്തമെല്ലാം കട്ടപിടിച്ചിരുന്ന ആ കർത്താവിന്റെ ആ ശരീരത്തിൽ നിന്ന് അതെല്ലാം വേർപെടുത്തിയെടുത്ത് ശുദ്ധമാക്കി കർത്താവിനെ സുഗന്ധദ്രവ്യങ്ങൾ വെച്ചെല്ലാം പൊതിഞ്ഞ് ആ ലിനൻ ക്ലോത്ത് വെച്ചെല്ലാം ശീലയിലൊക്കെ പൊതിഞ്ഞ് കർത്താവിനെ അടക്കം ചെയ്യുമ്പോൾ, അവർ പണിപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ കർത്താവ് അവരെ ഒരുക്കിയായിരുന്നു. കർത്താവ് അവരെ വിറ്റതേക്കായിട്ട് ഒരുക്കിയായിരുന്നു. അത് രഹസ്യത്തില് ലോകത്തിന്റെ മാനമൊക്കെ തേടി അവര് കുറച്ചൊക്കെ അടക്കിയൊക്കെ ഇരുന്ന് ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ പറയും. പിന്നെയും ആൾക്കാരെ കളിയാക്കുമ്പോൾ പിന്നെ അവരെ നിശബ്ദരായി. പിന്നെ അവർക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ കർത്താവ് വലിയ അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം കർത്താവിന്റെ കൂടാന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന കർത്താവ് എല്ലാവരും കൈവിടപ്പെട്ടവനായിട്ട് മരിച്ചതിന് ശേഷം, ഒരു കുറ്റവാളി എന്ന വണ്ണം കർത്താവ് മരിച്ചതിന് ശേഷം ആ കർത്താവിന്റെ ശരീരമേറ്റ് വാങ്ങാന് ചെല്ലുമ്പോൾ അത് എത്ര അത്ഭുതകരമായിട്ടൊരു കാര്യമാണ്. അത് പരിശുദ്ധാത്മാവ് ചെയ്ത ഒരു വലിയ പ്രവൃത്തി നമ്മളോട് കാണും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം ധൈര്യപ്പെടുത്തും. നമുക്ക് വേണ്ടി ദൈവം ഓരോ കാര്യത്തിലും ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യത്തിലും ആ കർത്താവിന്റെ ജനനത്തില് കർത്താവിന്റെ ഒരു പ്രധാന കിടത്താൻ ഒരു പശുത്തൊട്ടി ഉണ്ടായിരുന്നുള്ളെങ്കിലും മരണത്തില് സമ്പന്നന്മാരോടുകൂടിയായിരുന്നു അതൊക്കെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 300 രൂപയുടെ ആവശ്യം സൗകര്യം കേട്ടതുപോലെ ചെറിയൊരു ആവശ്യമായിരിക്കും. എന്നാൽ ആ ഒരു സമയത്ത് അത് കൊണ്ടുതരാൻ ഒരാളെ ഒരുക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യം, അതൊക്കെ സൗകര്യത്തിൽ എന്തെല്ലാം വലിയ ആഗോള ആഭ്യന്തര പ്രശ്നങ്ങളുള്ളപ്പോ എന്റെ ഈ ചെറിയ
300 രൂപയുടെ കാര്യമാണ് ദൈവത്തിന് ഓർക്കാനുള്ളതെന്നുള്ളതല്ല. എന്നാൽ എന്റെ ഈ കൊച്ചു കാര്യമാണ് എന്നെ സ്നേഹിക്കുന്നവന്റെ വലിയ അപ്പച്ചന്, എന്റെ സ്വർഗത്തിലെ അപ്പച്ചന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ പെൻസിലിന് മുന ഒടിഞ്ഞു പോയാലും റബ്ബർ തീർന്നു പോയാലും എല്ലാം അപ്പനമ്മമാരതെല്ലാം വേണ്ടി കരുതുന്നത് പോലെ നമ്മളതുപോലെ കരുതുന്ന ആൾ സ്വർഗീയ പിതാവ് എല്ലാം നമുക്കായിട്ട് ഒരുക്കുന്ന ഏറ്റവും നന്നായിട്ട് ഒരുക്കുന്ന ഒരു കർത്താവ്. അത് നമ്മുടെ ജീവിതത്തിലും ആത്മീയമായിട്ടുള്ള പല ദരിദ്രാവസ്ഥകളിലൊക്കെ നമ്മൾ തുടങ്ങുമ്പോഴും രാത്രിയിലൊക്കെ കർത്താവിനെ മറഞ്ഞ് എന്ന് പിൻപറ്റുമ്പോഴും പിന്നെ വെളിച്ചത്തിലേക്ക് വരുവാൻ, ആത്മീയമായിട്ടുള്ള ഒരു സമ്പന്നതയിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ആത്മാവിൽ ദാരിദ്ര്യത്തോടെ എന്നാൽ ആത്മീയമായിട്ട് സമ്പന്നരായി തീരുവാൻ, ദൈവ വിഷയത്തിൽ സമ്പന്നരായി തീരുവാനും കർത്താവ് നമ്മളെ സഹായിക്കും. അതിനായിട്ട് നമ്മൾ ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുത്തെ തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇതിനെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങളുടെ സന്ദർഭങ്ങളിലൊക്കെ കർത്താവ് ഈ വചനത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇപ്പോൾ ഞങ്ങള് കർത്താവ് എന്തൊക്കെ ആവശ്യത്തിന്റെ ഘട്ടങ്ങളിലായിരിക്കുന്നു, കർത്താവ് ഞങ്ങളുടെ ജോലി സ്ഥലത്താവട്ടെ, ഞങ്ങളുടെ കുടുംബത്തിലാവട്ടെ, ഞങ്ങളുടെ അയൽപക്കത്താവട്ടെ, ഞങ്ങളുടെ കർത്താവ് മക്കളോടുള്ള ബന്ധത്തിലോ കൊച്ചുമക്കളോടുള്ള ബന്ധത്തിലോ ഒക്കെ കർത്താവ് ഞങ്ങളുടെ പല പല ആവശ്യങ്ങളൊക്കെ കർത്താവ് ഞങ്ങൾ അവിടുന്ന് മുമ്പാകെ കർത്താവ് ഓർക്കുമ്പോൾ അവിടുന്ന് എല്ലാം ഏറ്റവും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ, കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ കർത്താവിനെ എന്നെ എങ്ങനെ അടക്കുമെന്നോ ഞാൻ എന്നെ ആര് അടക്കുമെന്നോ ഒന്നും കർത്താവ് ചിന്തിച്ചില്ല. എല്ലാം പിതാവ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. തിരുവെഴുത്ത് പ്രകാരം താൻ എല്ലാം പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്റെ മരണശേഷവും എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പിതാവിന് അറിയാമെന്ന കാര്യത്തിലുള്ള കർത്താവിന്റെ സ്വസ്ഥത എത്ര വലിയൊരു സ്വസ്ഥത. കർത്താവിന് ഒന്നിനെ കുറിച്ചൊരു അല്ലലും ആവരാതി ഇല്ലായിരുന്നു. വയലിലെ പുഷ്പങ്ങളെ നോക്കുവാൻ അവര് നൂല് നോക്കുന്നില്ല, എന്നാൽ സരോവനെക്കാട്ടിലും അവരെ ദൈവം അവരെ ക്ലോത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ വസ്ത്രം ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ എത്ര അധികം അല്പവിശ്വാസികളെ കർത്താവ്. ആകാശത്തിൽ പറവുകളെ നോക്കുവാൻ അവർ വിധിക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ നിന്നും കൂട്ടിവെക്കുന്നുമില്ല, എന്നാൽ അവയെ കുറ്റപ്പെടുത്താൻ നിങ്ങളുടെ അപ്പച്ചനെ അറിയാമെങ്കിൽ, നിങ്ങളുടെ പിതാവിനെ അറിയാമെങ്കിൽ നിങ്ങൾ എത്രയധികം കൂട്ടിപ്പുലർത്താൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അതിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടത് ശരിയാണ്. നമുക്ക് കർത്താവിനെ ആശ്രയിച്ച് പല കാര്യങ്ങൾ കർത്താവെ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്തു, എന്നാൽ ഒന്നിനും ആകുലപ്പെടാതെ കർത്താവെ അങ്ങനെ ആശ്രയിക്കാൻ ഞങ്ങൾ വീട്ടിൽ സഹായിക്കണം. അവിടെ എല്ലാം ഏറ്റവും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുവാനും കർത്താവെ അങ്ങനെ കർത്താവെ സ്വസ്ഥമായിരിക്കാനും സൗകര്യങ്ങൾ അതെല്ലാം ചെയ്ത് അവരുടെ ശബ്ദത്തിൽ സ്വസ്ഥമായിട്ടിരുന്നത് പോലെ കർത്താവിന്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്നോ എന്തെങ്കിലും പരീക്ഷ മരുന്നെങ്കിലും അവര് എവിടെ മരുന്നെങ്കിലും ചെയ്യുമെന്നുള്ളതൊന്നും ആകുലപ്പെടാതെ അവര് ശബ്ദത്തിലെ ശിഷ്യന്മാര് സ്വസ്ഥതയോടെ ഇരുന്നതുപോലെ സഹോദരിമാരെല്ലാം സ്വസ്ഥതയോടായിരുന്നതുപോലെ കർത്താവെ അങ്ങയിൽ സ്വസ്ഥതയോടായിരിക്കാൻ, അങ്ങനെയുള്ള ആ ശബ്ദത്തിൽ എപ്പോഴും ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ കാണുമെന്നൊക്കെ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെത്തിനെയും സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാലെ ഞങ്ങൾ ഒരു നിറച്ചാട്ടെ കർത്താവെ. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആത്മാവിനാലെ ഞങ്ങളെ നിറച്ച് കർത്താവെ ഞങ്ങളെ ധൈര്യത്തോടെ ഓരോ കാര്യത്തിലും കർത്താവെ ദൈവരാജ്യം കാത്തിരുന്നവനായ രമത്യ യോസഫിനെ പോലെ കർത്താവെ അവിടുത്തെ രാജ്യത്തെ കാത്തിരിപ്പാനും അവിടുത്തെ രാജ്യം ഞങ്ങളുടെ ശക്തിയോടെ വന്ന് കർത്താവെ ഞങ്ങൾ പുനരുദ്ധാരണത്തിന്റെ ശക്തിയോടെ ധൈര്യത്തോടെ അങ്ങേ സാക്ഷികളാകാനും ഒക്കെ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന റോമൻ ശതാധിപന്റെ കർത്താവെ സാക്ഷ്യം പോലെ ഞങ്ങളെ കാണുന്നവര് കർത്താവെ കുരിശിലും നൊന്ത് നീറുമ്പോൾ പടയുമ്പോഴും പിതാവെ ഇവർ ചെയ്തതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആ വാക്കുകളും ആ ശതാധിപൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ കർത്താവിന്റെ സ്വസ്ഥതയോടുള്ള മരണവും ഒക്കെ കണ്ട് അപ്രകൃതിയിലുള്ള അത്ഭുതങ്ങളൊക്കെ കണ്ട് അവന് യേശു യഥാർത്ഥ ദൈവപുത്രൻ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ കണ്ട് ഇത് ദൈവത്തിന്റെ മക്കളാണ്, ഇത് ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പുത്രിയാണെന്ന് മറ്റുള്ളവർക്ക് സാക്ഷിക്കാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളിലുള്ള വെളിച്ചം പ്രകാശിക്കട്ടെ. അതിനായിട്ട് ഞങ്ങളെ അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ രക്തത്താലെ ഞങ്ങളെ കഴുകി അധികമായിട്ട് ഞങ്ങളെ നിറച്ചായിട്ട് അനുഗ്രഹിച്ചായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു.